فأسروا قولكم أو اجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور صدق الله العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. വളരെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ നമ്മുടെ ഈ മഹത്തായ ജമാഅത്തിൻ്റെ അഭിവന്യനായ പ്രസിഡന്റ്, നമ്മുടെ പരിപാടിയുടെ സർവാദരണീയനായ അധ്യക്ഷൻ അഭിവന്യരായ ഷാഫി ഹാജി അവർകൾ, നമ്മുടെ ജമാഅത്തിൻ്റെ കർമ്മോത്സുകനായ ജനറൽ സെക്രട്ടറി അഭിവന്യരായ SA ബഷീർ സഞ്ചക്കടവ് അവർകൾ, നമ്മുടെ ഈ മഹത്തായ ജമാഅത്തിൻ്റെ അഭിവന്യരായ പണ്ഡിതൻ, ഈ മഹല്ലിലെ പ്രഗത്ഭനായ ഖത്തീബ് ഉസ്താദ് അഭിവന്യരായ അഷ്റഫ് ഫൈസി കുയിത്തൽ അവർകൾ, ഇവിടെ സ്വാഗത ഭാഷണം നടത്തിയ നമ്മുടെ പ്രിയപ്പെട്ട റാഫി, അതുപോലെ വേദിയിലും സദസ്സിലൊക്കെ ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു നമ്മുടെ ഈ മഹത്തായ സംഗമം സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. നാഫിയായ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരികയും ശിഷ്ടകാലം തെറ്റുകൾ ചെയ്യാതെ ജീവിക്കാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് പുഞ്ചിരിച്ചുകൊണ്ട് ലോകത്തോട് വിട പറയാനും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഭക്ഷണം നൽകിയ വീട്ടുകാർ അല്ലാഹു അവർക്ക് സ്വർഗീയ ഭക്ഷണവും സ്വർഗീയ പാനീയവും സ്വർഗീയ സുഖങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ വീട്ടിലും കുടുംബത്തിലും മക്കളിലും സമ്പാദ്യങ്ങളിലും കച്ചവടങ്ങളിലൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സഞ്ചക്കടവ് മുഹയ്യദ്ദീൻ ജമാഅത്ത് കമ്മിറ്റിയുടെ സ്വലാത്ത് വാർഷിക പരിപാടിയുടെ പ്രാരംഭ ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സാമ്പത്തികമായി നമ്മൾ സമ്പാദിക്കുന്നതും ചെലവഴിക്കുന്നതും അള്ളാഹുവിൻ്റെ മാർഗത്തിലാവുക എന്ന ഒരു വിഷയമാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുമായി അഭിമുഖീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. സമ്പാദിക്കുന്നതിനെയും കച്ചവടം ചെയ്യുന്നതിനെയും ജോലി ചെയ്യുന്നതിനൊക്കെ പരിശുദ്ധ ഇസ്ലാം വളരെ ഭംഗിയായി പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. നിഅമൽ മാൽ ഫീ യദി സ്വാലിഹ്, അല്ലെങ്കിൽ ഫിൽ യദി സ്വാലിഹ്, സ്വാലിഹീങ്ങളായ ആളുകളുടെ കൈകളിൽ പണമുണ്ടാകുന്നത്, സമ്പത്തുണ്ടാകുന്നത് നല്ലതാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സ്വാലിഹീങ്ങളായ ആളുകൾക്ക് കണ്ടമാനം പണം ഉണ്ടാകുന്നത്, സമ്പത്തുണ്ടാകുന്നത് അത് നല്ലതാണ്. എന്തുകൊണ്ട് നല്ലത് എന്ന് ചോദിച്ചാൽ അവർ ഹലാലിൽ നിന്നേ അവർ സമ്പാദിക്കുകയുള്ളൂ, ഹറാം അവർ സമ്പാദിക്കൂല. അഭിനന്ദനായ നമ്മുടെ സയ്യിദ് ഷമീം തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം യാത്ര പോയി. ഈ വടക്കൻ കേരളത്തിൽ നമ്മളൊക്കെ ഏറെ ആശ്രയിക്കുന്ന, നമ്മളേറെ ബഹുമാനിക്കുന്ന കുമ്പോൾ തറവാട്ടിലെ വളരെ പ്രമുഖ സയ്യിദാണ് അഭിമന്യരായ സയ്യിദ് ഷമീം തങ്ങൾ. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ആ കുടുംബത്തിന്, അഭിമന്യരായ കേസാറ്റക്കോയ തങ്ങളാണ് ഇന്നിവിടെ വരേണ്ടത്,
അറ്റക്കോയത്തങ്ങളും കുഞ്ഞിക്കോയത്തങ്ങളും അലീത്തങ്ങളടക്കമുള്ള പ്രമുഖരായ സയ്യിദന്മാർക്ക് അല്ലാഹു ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഇനിയും ഒരുപാട് കാലം അവരുടെയൊക്കെ ആ ഒരു സേവനം, അവരുടെയൊക്കെ ആ ഒരു ആത്മീയ നേതൃത്വം ആസ്വദിക്കാൻ അള്ളാഹു നമ്മൾക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിഅമൽ മാൽ ഫിൽ യദി സ്വാലിഹ്, സ്വാലിഹീങ്ങളായ ആളുകളുടെ കയ്യിൽ ഒരുപാട് പണമുണ്ടാകുന്നത് നല്ലതാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സമ്പത്ത് നമ്മൾ ഒരുപാട് ഉണ്ടാക്കണം, സമ്പാദിക്കണം, നമ്മൾ അധ്വാനിക്കണം, ജോലി ചെയ്യണം എന്നതിൻ്റെ ഒരു സൂചനയാണ്. ഒരു പണിയുമെടുക്കാതെ അലസന്മാരായിരിക്കുന്ന ആളുകളെ, മടിയന്മാരായിരിക്കുന്ന ആളുകളെ പരിശുദ്ധ ഇസ്ലാം വളരെ മോശമായ രീതിയിലാണ് അവരെ നിരുത്സാഹപ്പെടുത്തുന്നത്. അത്തരം ആളുകളെ വളരെ മോശമായ രീതിയിൽ പരിശുദ്ധ ഇസ്ലാം അവരെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. കാരണം മടി അത് ഇസ്ലാമിൻ്റെ ഭാഗമല്ല. നല്ല കച്ചവടക്കാരെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത്താജിറു സ്വദൂഖുൽ അമീൻ മഅൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാ. സത്യസന്ധരായ വിശ്വസ്തരായ കച്ചവടക്കാർ, ബിസിനസ്സുകാർ. താജിർ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാർ, ബിസിനസ്സുകാർ. അസ്വദൂഖ് സത്യസന്ധർ, നുണ പറഞ്ഞിട്ട് കച്ചവടം ചെയ്യുന്ന ആളുകളല്ല. അൽ അമീൻ വിശ്വസ്തരായ ആളുകൾ, ആളുകളെ വഞ്ചിച്ചുകൊണ്ട് കച്ചവടം ചെയ്യുന്നവരുമില്ല. വിശ്വസിക്കാൻ പറ്റുന്ന സത്യസന്ധരായ കച്ചവടക്കാർ നാളെ പാരത്രിക ലോകത്ത് മഅൻ നബിയ്യീന മഹാന്മാരായ പ്രവാചകന്മാരുടെ കൂടെയായിരിക്കും. വസ്സുദ്ദീഖീൻ സിദ്ദീഖീങ്ങളായ ആളുകളുടെ കൂടെയായിരിക്കും. വസ്സാലിഹീൻ സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂടെയായിരിക്കും. എന്താണ് അവരുടെ പ്രത്യേകത? അവർ നാട്ടിലെ സത്യസന്ധരായ കച്ചവടക്കാരാണ് എന്നതാണ്. അവർ നാട്ടിലെ വിശ്വസ്തരായ ബിസിനസ്സുകാരാണ്. അതാണ് അവരുടെ പ്രത്യേകത. നിസ്കാരം കൊണ്ടോ നോമ്പ് കൊണ്ടൊന്നും അല്ല അവർ അവിടെ എത്തിയത്. ഹജ്ജ് കൊണ്ടോ നിസ്കാരം കൊണ്ടോ നോമ്പ് കൊണ്ടോ സകാത്ത് കൊണ്ടൊന്നുമല്ല അവരവിടെ എത്തിയത്. അവരവിടെ എത്തിയത് സത്യസന്ധരായ വിശ്വസ്തരായ ബിസിനസ്സുകാർ എന്ന ഒരു ക്രൈറ്റീരിയ കൊണ്ടാണ്, എന്ന അവരുടെ ഒരു പോസിറ്റീവ് വിശേഷണം കൊണ്ടാണ് അവരവിടെ എത്തുന്നത്. നോക്കൂ നിങ്ങൾ, കച്ചവടത്തിന് അല്ലാഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ ആ ഒരു പ്രത്യേകത എത്രത്തോളം ഉണ്ടോ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. വേറെ ഹദീസ് നമ്മൾക്ക് കാണാം, ഇന്ന തുജ്ജാറ യുഹ്ശറൂന യൗമൽ ഖിയാമ. അഥവാ സത്യസന്ധരല്ലാത്ത വിശ്വസ്തരല്ലാത്ത കച്ചവടക്കാർ വളരെ മോശമായ രീതിയിലായിരിക്കും നാളെ മഹ്ശറാ ലോകത്ത് അള്ളാഹു പുനർജനിപ്പിക്കുന്നത് എന്നും ഹദീസുകളിൽ നമ്മൾക്ക് കാണാൻ കഴിയും. ഇന്നത്തെ വിഷയം ഹലാല് സമ്പാദിക്കണം, ഹലാലിൽ നമ്മൾ ചെലവഴിക്കണം. മടിയന്മാരും അലസന്മാരുമായി നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ സമൂഹം മാറാൻ പാടില്ല എന്നതാണ് ഇന്ന് വളരെ പ്രധാനമായി നമ്മൾക്കിന്നിവിടെ ചർച്ച ചെയ്യാനുള്ളത്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അല്ലാഹുവേ, മടിയിൽ നിന്ന് നീ എന്നെ കാക്കണം പഠിച്ചോനെ. മടി, അലസത. മടി എന്ന് പറഞ്ഞാല് മിണ്ടാണ്ടിരിക്കുക, ഒരു പണിക്കും പോവാതിരിക്കുക. രാവിലെ എണീറ്റാ നല്ല കുപ്പായക്കെട്ട് ടൗണിലോ ബസ് സ്റ്റാൻഡിലോ പീടികത്തിണ്ണയിലോ ഇരിക്കുക, ഒരു ജോലിക്കും പോവാതെ നാട്ടിലിങ്ങനെ തേരാപാര നടക്കുന്നവർ മടിയന്മാർ. അങ്ങനെ ഒരു മടിയിൽ നിന്ന്, അലസതയിൽ നിന്ന് എന്നെ നീ കാക്കണേ റബ്ബേ എന്ന് സുബഹയുടെ ശേഷവും മഗ്രിബിന്റെ ശേഷവും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരന്തരമായി ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അതൊരു ദുആഇന്റെ ഭാഗമാണ്. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു കടം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്, കടം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ
അള്ളാഹു നിന്റെ കടം വീട്ടിത്തരും. ഈ പ്രാർത്ഥന നിരന്തരമായി ദുആ ചെയ്താൽ അള്ളാഹു നിങ്ങളുടെ കടം വീട്ടിത്തരും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഈ ദുആ ചെയ്യാൻ തുടങ്ങി. ഒരാഴ്ചയാകുമ്പോൾ എൻ്റെ എല്ലാ കടങ്ങളും എനിക്ക് വീടാൻ സാധിച്ചു എന്ന് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആ ദുആഇന്റെ ഭാഗമാണ് ഈ ദുആ. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹ്രി റിജാൽ. അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അല്ലാഹുവേ എന്നെ നീ ടെൻഷനിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ടെൻഷൻ, സ്ട്രെസ്, ഡിപ്രഷൻ, ഇതുപോലെ ഒരു മനുഷ്യനെ മാനസികമായി തളർത്തുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എന്നെ നീ കാക്കണേ അല്ലാഹ്. ഈ സ്ട്രെസ് അത് ഡിപ്രഷനിലേക്ക് മാറും. ഡിപ്രഷൻ പിന്നെ സൂയിസൈഡിലേക്ക് മാറും. എത്രയോ മുസ്ലിമീങ്ങൾ ഇന്ന് സൂയിസൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ കുട്ടികൾ, പെൺകുട്ടികൾ, ചെറുപ്പക്കാർ, പലരും നല്ല നല്ല മനുഷ്യന്മാരൊക്കെ പലപ്പോഴായി സൂയിസൈഡ് ചെയ്യുന്നത് വാർത്ത നമ്മൾ കേൾക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? ഈ ടെൻഷൻ അവർക്ക് അതിനെ ഫേസ് ചെയ്യാൻ, അതിൽ പിടിച്ചു നിൽക്കാനുള്ള ത്രാണിയില്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ മക്കൾക്ക് നമ്മൾ പരാജയങ്ങൾ ഒരു വിജയത്തിന്റെ മുന്നോടിയാണ് എന്ന ചാപ്റ്റർ, എന്നൊരു കഥ, എന്ന ഒരു എക്സ്പീരിയൻസ് അവരിൽ നമ്മൾ ഉണ്ടാക്കണം. തോൽക്കുമ്പോഴേക്കും സൂയിസൈഡ് ചെയ്യുക, പരാജയപ്പെടുമ്പോഴേക്കും മാനസികമായി തളരുക. ഒരുപക്ഷെ പരീക്ഷകളിലായിരിക്കും തോൽക്കുക, ഒരുപക്ഷെ ബിസിനസ്സിലായിരിക്കും തോൽക്കുക, ഒരുപക്ഷെ ഇന്റർവ്യൂകളിലായിരിക്കും തോൽക്കുക. അങ്ങനെ തോൽക്കുമ്പോഴേക്കും മാനസികമായി തളർന്ന് ഡിപ്രഷനിലായി സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറാൻ പാടില്ല. അപ്പൊ ചെറുപ്പത്തിലെ പരാജയം അത് നമ്മൾ അനുഭവിക്കണം. പരാജയം വിജയത്തിന്റെ ഒരു ഭാഗമാണ്. പരാജയങ്ങൾ ഒരുപാട് ഉണ്ടായാലേ വിജയത്തിന്റെ മാധുര്യമുള്ളൂ എന്നുള്ള പാഠം നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. സ്കൂളിലെത്തിയാൽ പരീക്ഷകളിൽ എല്ലാം A+ വാങ്ങിക്കണമെന്ന് പറഞ്ഞ് മക്കളെ പ്രയാസപ്പെടുത്താൻ പാടില്ല. കണക്കിലെ മാർക്ക് കുറഞ്ഞ അവരെ നമ്മൾ ശിക്ഷിക്കുകയോ അവരെ നമ്മൾ ശാസിക്കുകയോ ചെയ്യാൻ പാടില്ല. കുഴപ്പമില്ല, അടുത്തതിൽ നമ്മൾക്ക് റിക്കവർ ചെയ്യാം. അങ്ങനെ ഒരു ആശ്വാസത്തിന്റെ വാക്കാണ് മാതാപിതാക്കളിൽ നിന്നുണ്ടാവേണ്ടത്. SSLCയിൽ എല്ലാ വിഷയത്തിലും A+ ഇല്ല, ഒരു വിഷയത്തിൽ A+ ഇല്ല. കുഴപ്പമില്ല, നമ്മൾ അവരുടെ കൂടെ നിന്നിട്ട് കുഴപ്പമില്ല, നമ്മൾക്ക് +1 നോക്കാം. SSLC വിജയിച്ചതുകൊണ്ട് ലോകം കീഴടക്കിയ പ്രതീതിയൊന്നും നമ്മൾക്ക് കിട്ടാനില്ല. തോറ്റതുകൊണ്ട് ലോകത്തൊരു ഫെയിലിയർ ആവാനും നീ പോകുന്നില്ല എന്ന് പറഞ്ഞ ആശ്വാസത്തിന്റെ വാക്കുകൾ, ഒരു പരാജയത്തെ നേരിടാനുള്ള ഒരു കഴിവ് നമ്മുടെ മക്കളിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർക്ക് ടെൻഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർ പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് പോകും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അല്ലാഹുവേ മടിയിൽ നിന്ന് നീ എന്നെ കാക്കണേ അല്ലാഹ്. മടി എന്ന് പറഞ്ഞാൽ ആരോഗ്യമുണ്ട്, കഴിവുണ്ട്, പക്ഷേ മടിയനാണ്. ജോലിക്ക് പോകണം, ജോലിക്ക് പോകാൻ മടി, കഴിവുണ്ട്, ആരോഗ്യമുണ്ട്, ജോലിയൊക്കെ അറിയാം, പക്ഷെ മടി കാരണം വീട്ടിൽ തന്നെ കുറച്ച് ഉറങ്ങുക, കുറച്ച് അടിച്ചു പൊളിക്കുക, കുറച്ച് ഹോട്ടലിൽ പോവുക, ഫുഡ് കഴിക്കുക, ഇങ്ങനെ വെറുതെ നമ്മുടെ ജീവിതം തീർക്കുക. അല്ലാഹുവേ ഇങ്ങനെയുള്ള അലസതയിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ്. അജ്സ് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാൻ കഴിയാതിരിക്കുക, ജോലി ചെയ്യാൻ അറിയാതിരിക്കുക, അതാണ് അജ്സ് എന്ന് പറയുന്നത്. കൂലിപ്പണിക്ക് പോകണം, കഴിയുന്നില്ല, ആരോഗ്യമില്ല. കൂലിപ്പണിക്ക് പോയാൽ പണം കിട്ടും, ശമ്പളം കിട്ടും, പക്ഷേ 1 മണിക്കൂർ ബൈക്കോട്ടും പിക്കാസും പിടിച്ചാൽ അയാൾ ടയർഡാകും. അയാൾക്കത് വൈകുന്നേരം വരെ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. അയാൾക്ക് എന്തെങ്കിലും കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരുന്നാൽ കണ്ണ് നിറയെ വെള്ളം വന്ന് 1 മണിക്കൂറിനപ്പുറം കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അയാൾക്കൊരു ജോലിയും ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് അജ്സ് എന്ന് പറഞ്ഞ, ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുക. അപ്പൊ അള്ളാഹിനോട് ദുആർക്കാണ്, പഠിച്ചോനെ ഇങ്ങനെ അജ്സിൽ നിന്ന് നീ എന്നെ കാക്കണേ അല്ലാഹ്, അലസതയിൽ നിന്ന് നീ എന്നെ കാക്കണേ റബ്ബേ. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ. അല്ലാഹുവേ പിശുക്കിൽ നിന്ന് നീ എന്നെ കാക്കണേ അല്ലാഹ്. പിശുക്കന്മാർക്ക് അല്ലാഹു തആല അവരുടെ സമ്പത്തിനെ നശിപ്പിക്കുമെന്നാണ് ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നത്. പിശുക്കന്മാര് വിചാരിക്കുന്നത് പിശുക്കി വെച്ചാൽ പണം അവിടെ ബാക്കിയുണ്ടാകുമെന്നാണ്. എന്നാൽ പിശുക്കന്മാരുടെ സമ്പത്തിനെ അല്ലാഹു നശിപ്പിക്കും. പ്രിയപ്പെട്ടവരെ,
ചെലവഴിക്കുന്നതിനനുസരിച്ച് അല്ലാഹു കൂടുതൽ തരുമെന്ന്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ ഇല്ലാ സാദ, അല്ലാഹു തആല അയാൾക്ക് അധികം നൽകുമെന്നാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനാ യുളാഇഫഹു ലഹു വളആഫൻ കസീറ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഇരട്ടി ഇരട്ടിയായി പകരം നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ എന്നാ പിശുക്കന്മാരോ? ആരാണോ പിശുക്കിൽ നിന്ന് രക്ഷപ്പെടുന്നത് അവര് വിജയികളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ പിശുക്കന്മാർക്ക് അല്ലാഹു തആല അവരുടെ സമ്പത്തിനെ നശിപ്പിക്കുമെന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. അല്ലാഹുവേ, പിശുക്കിൽ നിന്ന് നീ എന്നെ കാക്കണേ അല്ലാഹ്. ഭീരുത്വത്തിൽ നിന്ന് എന്നെ നീ കാക്കണേ റബ്ബേ. ഭീരുത്വം എന്ന് പറഞ്ഞാൽ കച്ചവടത്തിലും ബിസിനസ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിയുണ്ടാവുക. എന്റെ പൈസ പോയി പോവോ, അല്ലെ? അടക്ക വിൽക്കാൻ പേടിയാണ്. എന്റെ 2 ദിവസം കഴിഞ്ഞിട്ട് പൈസ കൂടിയാലോ? ഗോൾഡ് വിൽക്കാൻ പേടിയാണ്. ഇപ്പൊ 1 ലക്ഷമായി, നാളെ 1.25 ലക്ഷം ആയാലോ? അങ്ങനെ നമ്മള് കച്ചവടത്തിലെ നഷ്ടത്തെ ഭയക്കുക, ലാഭം മാത്രം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കും. ഒരു ധൈര്യത്തിൽ ഒരു വിഷയത്തിൽ ഇറങ്ങാൻ പറ്റുന്നില്ല, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അതാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ. അല്ലാഹുവേ, ഭീരുത്വത്തിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ്. പിശുക്കിൽ നിന്നും നീ എന്നെ കാക്കണേ റബ്ബേ. വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രിർ റിജാൽ. അല്ലാഹുവേ, കടത്തിൽ നിന്ന് നീ എന്നെ കാക്കണം അല്ലാഹ്. അതേപോലെ മറ്റുള്ള ആളുകളെ ആശ്രയിക്കുന്നതിൽ നിന്നും നീ എന്നെ കാക്കണേ റബ്ബേ. ഖഹ്രിർ റിജാൽ, മറ്റുള്ള ആളുകളെ ആശ്രയിക്കുക, ഡിപെൻഡ് ചെയ്യുക. മറ്റുള്ള ആളുകളെ ആശ്രയിക്കുന്നതിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് അൽ യദുൽ ഉല്യാ ഖൈറും മിനൽ യദിസ് സുഫ്ലാ. എപ്പോഴും ഉയർന്ന കൈകളാണ് താഴെയുള്ള കൈകളെക്കാൾ നല്ലതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കൈകൾ ഉയർന്ന കൈകളാകണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണമുണ്ടാവണം, നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടാകണം. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ കൊടുക്കാൻ നമ്മൾക്ക് കഴിയണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം ഉണ്ടാവണം. ആ പണം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ജോലിക്ക് പോകണം, അല്ലെങ്കിൽ നമ്മൾ കച്ചവടം ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് ചെയ്യണം. അങ്ങനെ കച്ചവടവും ബിസിനസ്സും ജോലിയും എല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടാകുമ്പോഴാണ് അൽയദുൽ ഉല്യാ, മുകളിലെ കൈയായി മാറുന്നത്. അല്ലെങ്കിലോ നമ്മൾ താഴെയുള്ള കൈയായി മാറും. സിനിമയിലൊക്കെ സംഭവിക്കുന്നത് പോലെ നമ്മൾ ഏകാന്തനായിരിക്കുമ്പോ നമ്മളെ രക്ഷിക്കാൻ ഒരു നടനും കടന്നു വരൂല. യഥാർത്ഥ ജീവിതത്തില് സിനിമകളിൽ അങ്ങനെയാണ്. ആരെങ്കിലും ഇങ്ങനെ ഏകനായി ഡിപ്രഷനിലായി ആരാരുമില്ലാതിരിക്കുമ്പോ രക്ഷപ്പെടുത്താൻ ഒരു ഹീറോ കടന്നു വരും. ഒരു പെണ്ണാണെങ്കിൽ ഒരു ആണുണ്ടാകും രക്ഷപ്പെടുത്താൻ, ഒരാണാണെങ്കിൽ ഒരു കാമുകി വരും രക്ഷപ്പെടുത്താൻ. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ നമ്മളിങ്ങനെ ഡിപ്രഷൻ അടിച്ച് ഒറ്റയ്ക്കിരിക്കുമ്പോ നമ്മെ രക്ഷപ്പെടുത്താൻ ഒരാളുണ്ടാവൂല, നമ്മെ സഹായിക്കാൻ ഒരാളും ഉണ്ടാവൂല, നമ്മളോട് സഹകരിക്കാൻ ഒരാളും ഉണ്ടാവൂല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റുള്ള ആളുകളെ ആശ്രയിക്കാതെ മറ്റുള്ള ആളുകളെ സഹായിക്കുന്നവരാകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അൽയദുൽ ഉല്യാ, എപ്പോഴും ഉയർന്ന കൈകളാകണം എന്നുള്ള താല്പര്യം നമ്മൾക്കുണ്ടാവണം. അടക്കത്തോട്ടാണ് പണ്ട് മുതലേ നമ്മൾക്കുള്ളത്. ഉപ്പയിൽ നിന്ന് പാരമ്പര്യമായി കിട്ടിയതാണ്. പിന്നെ അത് തന്നെ മരിക്കുന്നത് വരെ അത് തന്നെ. വേറൊരു ബിസിനസിനെ കുറിച്ച് അവർ ചിന്തിച്ചിട്ടില്ല. ആ കിട്ടുന്ന പണം കൊണ്ട് കുടുംബം പോറ്റുന്നു. അതിൽ നിന്ന് മിച്ചമായത് ബാങ്കിൽ വെക്കുന്നു, അല്ലെങ്കിൽ അലമാരയിൽ വെക്കുന്നു. അതിനപ്പുറം മറ്റൊരു ബിസിനസിനെ കുറിച്ചോ ഇനിയും തോട്ടം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചോ അയാൾ ചിന്തിച്ചിട്ടില്ല. ഇതൊക്കെ അലസന്മാരായ മടിയന്മാരായ ആളുകളുടെ അടയാളമാണ്. ഒരാളൊരു കച്ചവടം ചെയ്തൊരു സൂപ്പർ മാർക്കറ്റ്, നല്ല കച്ചവടമുണ്ട്, നല്ല ലാഭമുണ്ട് വർഷങ്ങളായി. രണ്ടാമതൊരു സ്ഥാപനത്തെ കുറിച്ച് അയാൾ ചിന്തിച്ചില്ലെങ്കിൽ അത് അയാളുടെ അലസതയുടെ അടയാളമാണ്. അത് അയാളുടെ മടിയെക്കുറിച്ചുള്ള മടിയുടെ അടയാളമാണ്. രണ്ടാമതൊന്നിനെ കുറിച്ച് ചിന്തിക്കണം. ഒരുപക്ഷെ പൊട്ടിയേക്കാം, ഒരുപക്ഷെ പരാജയപ്പെട്ടേക്കാം, നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. ആ നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനെ ഭയക്കലാണ് ഭീരുത്വം എന്ന് പറയുന്നത്. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ, ഭീരുത്വത്തിൽ നിന്ന് എന്നെ നീ കാക്കണേ റബ്ബേ. ഒന്നാമത്തെ സൂപ്പർ മാർക്കറ്റ് വിജയിച്ചപ്പോ രണ്ടാമതൊന്നിടാൻ പേടി. പഠിച്ചോനെ, അത് നഷ്ടം വന്നാലോ, കൂട്ടേണ്ടി വന്നാലോ, കോടികൾ പോയാലോ? ഈ ഭയം ഒരു കച്ചവടക്കാരൻ ഉണ്ടാവാൻ പാടില്ല, ഒരു ബിസിനസ്സുകാരൻ ഉണ്ടാവാൻ പാടില്ല.
അത് മാത്രമല്ല, നമ്മൾക്ക് ഒരേ ഒരു സോഴ്സിൽ നിന്നല്ല നമ്മുടെ വരുമാനം വരേണ്ടത്. വ്യത്യസ്തമായ സോഴ്സുകളിൽ നിന്ന് നമ്മുടെ വരുമാനം ഉണ്ടാവണം. തൊട്ടപ്പുറത്തെ തോട്ടത്തിൽ നിന്ന് വരണം, അതിന്റെ വരുമാനം, അതിന്റെ പ്രോഫിറ്റ് കൊണ്ട് നമ്മളൊരു ഷോപ്പ് ഇടണം, അതിൽ നിന്നൊരു വരുമാനം വരണം. ഇവിടെ സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ അപ്പുറത്തൊരു ടെക്സ്റ്റൈൽസ് ആവണം. അഥവാ നമ്മുടെ കച്ചവടം എന്ന് പറയുന്നത് സീസണുകൾക്കനുസരിച്ച് മാറി വരുന്ന കച്ചവടമാണ്. ഇന്ന് സൂപ്പർ മാർക്കറ്റിലാണ് കച്ചവടമെങ്കിൽ നാളെ ടെക്സ്റ്റൈലായിരിക്കും. കോവിഡ് വന്നപ്പോൾ ടെക്സ്റ്റൈലുകാർക്ക് കച്ചവടമില്ല, ജ്വല്ലറിക്കാർക്ക് കച്ചവടമില്ല, ഹോട്ടലുകാർക്ക് കച്ചവടമില്ല. ആകെ കച്ചവടം ഉണ്ടായത് സൂപ്പർ മാർക്കറ്റുകാർക്കാണ് കോവിഡിന്റെ സമയത്ത് കച്ചവടം ഉണ്ടായത്. അപ്പൊ എല്ലാ ഹോട്ടലുകാരും കടം കൊണ്ട് പ്രയാസപ്പെട്ടു, ടെക്സ്റ്റൈലുകാർ കടം കൊണ്ട് പ്രയാസപ്പെട്ടു. എന്തേ? ജോലിക്കാർക്ക് സാലറി നൽകണം. എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു ബിസിനസ് അവരുടെ കൈകളിൽ ഇല്ലാത്തത് കൊണ്ട്. ആ ഒരു സ്ഥാപനമേ നമ്മുടെ കയ്യിലുള്ളൂ. ആ സ്ഥാപനമുള്ള വഴിയിലാണ് റോഡ് വീതി കൂടുന്നത്. റോഡ് വീതി കൂടുമ്പോഴേക്കും ബിൽഡിങ്ങുകൾ പൊളിക്കാനുള്ള ഓർഡർ ഉണ്ടായി. നമ്മുടെ സ്ഥാപനം പൂട്ടി. ഇനി എവിടെന്നാ നമ്മൾക്ക് വരുമാനം വരിക? അതുകൊണ്ടാണ് ഒന്നിനെ ആശ്രയിക്കാതെ ഒന്നിൽ നിന്ന് രണ്ടിലേക്ക്, രണ്ടിൽ നിന്ന് മൂന്നിലേക്ക്, അങ്ങനെ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ വർദ്ധിപ്പിക്കാൻ പരിശുദ്ധ ഇസ്ലാം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അലസന്മാരായി നമ്മൾ മാറാൻ പാടില്ല. പണമുണ്ടെങ്കിൽ എന്താ കുഴപ്പം? പണം ഉണ്ടാവണം. പണമുണ്ടാകുമ്പോഴാണ് നമ്മൾക്ക് അന്തസ്സുണ്ടാകുന്നത്. നമ്മുടെ ചെലവ് കഴിഞ്ഞാൽ, നമ്മുടെ കുടുംബത്തിന്റെ ചെലവ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് പള്ളികളെ സഹായിച്ചുകൂടെ? പിന്നെ നമ്മൾക്ക് മദ്രസകളെ സഹായിച്ചുകൂടെ? കേരളത്തിൽ, ഇന്ത്യ രാജ്യത്ത് 20 കോടി മുസ്ലിമീങ്ങളുണ്ട്. ഇന്ത്യ രാജ്യത്ത് അതിൽ1 കോടി മുസ്ലിമീങ്ങൾക്കാണ് എഴുത്തും വായനയും അറിയുന്നത്, ഖുർആൻ ഓതാൻ അറിയുന്നത് 1 കോടി മുസ്ലിമീങ്ങൾക്ക്. ബാക്കി 19 കോടി മുസ്ലിമീങ്ങൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല. ഫാത്തിഹ വരെ മര്യാദക്ക് ഓതാൻ അറിയാത്ത 19 കോടി മുസ്ലിമീങ്ങൾ ഈ ഇന്ത്യയിലുണ്ട്. നമ്മൾ 1 കോടി എഴുത്തറിയാം, വായന അറിയാം, ഖുർആൻ ഓതാൻ അറിയാം, ഫാത്തിഹ അറിയാം, യാസീൻ അറിയാം. എന്നാൽ ആ 19 കോടി ജനങ്ങൾക്ക് ഖുർആൻ ഓതാൻ പഠിപ്പിക്കേണ്ടത് നമ്മുടെ ബാധ്യതയല്ലയോ? നമ്മുടെ കടമയല്ലയോ? അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങള് അറഫ മൈതാനിയിൽ വെച്ച് നബി തങ്ങൾ ചെയ്ത ഹജ്ജിൽ ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. ഹജ്ജത്തുൽ വദാ, ഒരു വിടവാങ്ങൽ പ്രഭാഷണം അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ നടത്തുന്നുണ്ട്. പരിശുദ്ധ ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും ക്രോഡീകരിച്ച് സ്വാംശീകരിച്ച് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഒരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണം കേൾക്കാൻ 1,00,000 ചില്ലാനം സഹാബാക്കളാണ് അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയത്. ആ 1,00,000 ചില്ലാനം സഹാബാക്കളോട് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, എന്റെ ശബ്ദം ശ്രവിച്ചവരെ, നിങ്ങൾ എന്റെ ശബ്ദം ശ്രവിക്കാത്തവരിലേക്ക് ഈ പരിശുദ്ധ ഇസ്ലാമിന്റെ മെസ്സേജുകൾ എത്തിക്കണേ. ഞാൻ പറഞ്ഞത് ഇവിടെ എത്തിപ്പെടാത്ത ആളുകളുണ്ട്, ഇസ്ലാം എത്തിപ്പെടാത്ത രാജ്യങ്ങളുണ്ട്, ഇസ്ലാം എത്തിപ്പെടാത്ത നാടുകളുണ്ട്. ആ നാടുകളിലേക്ക്, ആ രാജ്യങ്ങളിലേക്ക്, ആ ആളുകളിലേക്ക് എന്റെ സന്ദേശം നിങ്ങൾ എത്തിക്കണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ 1,00,000 ചില്ലാനം സഹാബാക്കളോട് നബി തങ്ങളുടെ വിടവാങ്ങൽ ഹജ്ജിൽ പ്രഭാഷണം നടത്തിയപ്പോ സഹാബാക്കൾ വിശ്രമമില്ലാതെ ഓടി അങ്ങ് ചൈനയിലേക്ക്, സ്പെയിനിലേക്ക്, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, ഇന്ത്യയിലേക്ക്, മിഡിൽ ഈസ്റ്റിലേക്ക്, ജോർദാനിലും അതുപോലെ തന്നെ ഈജിപ്തിലും ആഫ്രിക്കയിലും എല്ലാ രാജ്യങ്ങളിലേക്കും മഹാന്മാരായ സ്വഹാബാക്കൾ ഓടിയതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മളെല്ലാം മുസ്ലിമീങ്ങളായി അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നാൽ നമ്മൾ ഇന്നോ അള്ളാഹുവിനെ മനസ്സിലാക്കി നമ്മുടെ മുന്നിലും ഒരു ദൗത്യം ബാക്കിയുണ്ട്. എന്താണ് ആ ദൗത്യം? ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന, എന്നാൽ വെറും ഒരു വോട്ട് ബാങ്കായി എന്താണ് രാഷ്ട്രീയമെന്നോ എന്താണ് ഇസ്ലാമെന്നോ ഭൗതിക വിദ്യാഭ്യാസമില്ലാത്ത, മതവിദ്യാഭ്യാസമില്ലാത്ത കോടിക്കണക്കിന് ആളുകളുണ്ട്. ആ ആളുകളിലേക്ക് ദഅവത്ത് എത്തിക്കുക, പരിശുദ്ധ ഇസ്ലാമിന്റെ മെസ്സേജ് എത്തിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മദ്രസകൾ കെട്ടിച്ചു കൊടുക്കണം. നമ്മൾ കേരളത്തിലല്ല മദ്രസകൾ വേണ്ടത്. കേരളത്തിൽ ഒരു മഹല്ലിൽ തന്നെ 4ഉം 5ഉം 10ഉം പള്ളികളും മദ്രസകളുണ്ട്. എന്നാൽ കേരളത്തിന്റെ പുറത്തുള്ള പല സ്ഥലങ്ങളിലും പള്ളികളില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് പൂട്ടിക്കിടക്കുകയാണ്. മദ്രസകളാണെങ്കിൽ പറയേ വേണ്ട, ആ നാടുകളിൽ മദ്രസകളില്ല. ഇതുപോലെ മദ്രസയിൽ വന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഫാത്തിഹ മദ്രസയിലേക്ക് വന്ന് അലിഫും ബാവും പഠിക്കുന്ന സിസ്റ്റം അവിടെയില്ല.
ഫാത്തിഹ പഠിക്കുന്ന സിസ്റ്റം അവിടെയില്ല. അതുകൊണ്ട് അവർക്ക് ഖുർആൻ നോക്കി ഓതാൻ അറിയില്ല. അത്തരം ആളുകളിലേക്ക് നമ്മുടെ സമ്പാദ്യം ചെലവഴിച്ച് മദ്രസകൾ നിർമ്മിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയല്ലയോ? അങ്ങനെ നമ്മൾ എത്തിപ്പെടുമ്പോ അവര് നാളെ അല്ലാഹുവിനോട് പറയില്ലേ, കേരളക്കരയിൽ നിന്നൊരു വിഭാഗം ആളുകളാണ് ഖുർആൻ ഓതാൻ നമ്മളെ പഠിപ്പിച്ചത്, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പഠിപ്പിച്ചത്, നിസ്കരിക്കാൻ പഠിപ്പിച്ചത് എന്ന് നാളെ നമ്മുടെ രാജ്യങ്ങളിലെ വിദൂര സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ അല്ലാഹുവിനോട് പറയൂലേ? ഇനി അവര് പഠിച്ചില്ലെങ്കിലോ അവർ അല്ലാഹുവിനോട് പറയുന്നത്, അല്ലാഹുവേ ഞങ്ങൾക്ക് ദീൻ എത്തിയിട്ടില്ല, അല്ലാഹുവേ ഖുർആൻ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് ആളുണ്ടായിട്ടില്ല, ഞങ്ങൾ എങ്ങനെയാണ് ഇത് പഠിക്കുക, ആരും ഞങ്ങളെ പഠിപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ ആരാണ് ഉത്തരവാദി? നമ്മളാണ് ഉത്തരവാദി. അല്ലാഹു നിഅമത്ത് നൽകിയ, അല്ലാഹു അനുഗ്രഹങ്ങൾ നൽകിയ, അല്ലാഹു സമ്പത്ത് നൽകിയ, ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് സമ്പാദ്യങ്ങൾ ഉണ്ടായിട്ട് ഉള്ള സമ്പാദ്യങ്ങളെല്ലാം ഒരൊറ്റൊരു കല്യാണത്തിന് തന്നെ ചെലവഴിച്ചു തീർക്കുന്ന, ഒരു കല്യാണം വന്നാൽ 1 കോടി രൂപ കല്യാണത്തിന് ചെലവഴിച്ചു തീർക്കുന്ന നമ്മള്, 50 ലക്ഷം കല്യാണത്തിന് ചെലവഴിച്ചു തീർക്കുന്ന നമ്മള്, ഒരു ഫംഗ്ഷൻ വരുമ്പോ ആനിവേഴ്സറികളിലായി, ബർത്ത്ഡേകളിലായി ലക്ഷക്കണക്കിന് സമ്പാദ്യങ്ങൾ ചെലവഴിച്ചു തീർക്കുന്ന നമ്മള് അള്ളാഹുവിന്റെ കോടതിയിൽ നാളെ സമാധാനം പറയേണ്ടി വരൂലേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ നന്നായി അധ്വാനിക്കണം, ജോലി ചെയ്യണം. ജോലി ചെയ്യുന്നവരാണെങ്കിലും അതിൽ നിന്ന് മിച്ചം വരുന്ന സമ്പാദ്യം കൊണ്ട് ചെറിയ ബിസിനസ്സുകൾ തുടങ്ങണം. നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വരുമാനമാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഉറങ്ങിക്കിടക്കുമ്പോ വരുമാനം വരണം. നമ്മൾക്ക് ആരോഗ്യം നഷ്ടപ്പെട്ടാൽ, നമ്മൾക്ക് എന്തെങ്കിലും ഒരു അസുഖമുണ്ടായാൽ, എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടായി, ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആരാണ് നമ്മുടെ കുടുംബത്തെ നോക്കുക? ആരാണ് നമ്മുടെ ചെലവ് നോക്കുക? ആരാണ് നമ്മുടെ ഭാര്യ മക്കളുടെ ചെലവ് നോക്കുക? അങ്ങനെ ജോലി മാത്രം ആശ്രയിച്ച് ജീവിക്കുമ്പോഴാണ് ഈ പ്രയാസം വരുന്നത്. ജോലിയുടെ കൂടെയും നമ്മൾ ചെറിയ ചെറിയ ബിസിനസ്സുകളെ കുറിച്ച് ചിന്തിക്കണം. എന്നിട്ട് വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കണം. ആ വരുമാന മാർഗം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനും നമ്മൾ തയ്യാറാവണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലാ, അല്ലാഹു നിങ്ങൾക്ക് ഭൂമിയെ കീഴ്പ്പെടുത്തി തന്നില്ലയോ? ഈ ഭൂമിയെ അല്ലാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നില്ലയോ? ഭൂമിയിൽ നിങ്ങൾ ഏതെങ്കിലും ഇന്ത്യ രാജ്യത്ത് നിങ്ങൾക്ക് പണി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ദുബായിൽ പോയിക്കോളൂ, നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയിക്കോളൂ, നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയിക്കോളൂ. നിങ്ങളിവിടെ നിങ്ങൾ ആരും നോക്കുന്നില്ല, നിങ്ങളെ ആട്ടി ഓടിക്കുകയാണ്, നിങ്ങൾക്ക് നിർഭയമായി ജീവിക്കാൻ അവസരം തരുന്നില്ല. എങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, നാട് വിട്ട് മറ്റൊരു നാട്ടിൽ പോയി നിങ്ങളുടെ അന്നം തേടണം. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലാ, നിങ്ങൾക്ക് ഭൂമിയെ കീഴ്പ്പെടുത്തി തന്നവനാണ് അല്ലാഹു. ഫംശൂ ഫീ മനാകിബിഹാ, ആ ഭൂമിയിൽ നിങ്ങൾ അലഞ്ഞു തിരിഞ്ഞു നടക്കണം. ഫംശൂ, നിങ്ങൾ ജോലി തേടി നടക്കണം, വരുമാന മാർഗം തേടി നടക്കണം. വകുലൂ മിൻ റിസ്ഖിഹി, എന്നിട്ട് അല്ലാഹുവിന്റെ റിസ്ക് വിശാലമാണ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അല്ലാഹു തആല ഈ ഭൂമി ലോകത്തേക്ക് ആരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ അവർക്കെല്ലാം അല്ലാഹു റിസ്ക് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് 5 മക്കളുണ്ടായാൽ ആ 5 മക്കൾ മരിക്കുന്നത് വരെ അല്ലാഹു അവർക്ക് ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ പെൺമക്കളുടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനുള്ള സംവിധാനം അല്ലാഹു ഇവിടെ ഉണ്ടാക്കിയിട്ടാണ് നിങ്ങൾക്കൊരു പെൺകുഞ്ഞ് ജനിക്കുന്നത്. 1 പെൺകുട്ടിയായി, 2 പെൺകുട്ടിയായി, 3ആയി, 4ആകുമ്പോ എന്തിനാണ് പടച്ചോനെ ഇനിയും പെൺകുട്ടി എന്ന് ചോദിക്കരുതേ. ഇനി 5 പെണ്ണായാലും 6 പെണ്ണായാലും അല്ലാഹു തആല 6ാമത്തെ പെൺകുട്ടി ജനിക്കുമ്പോ അവൾക്കുള്ള കല്യാണത്തിന്റെ ചെലവ്, അവൾക്ക് ജീവിക്കുന്നത് അവസാനം വരെയുള്ള ചെലവ് അല്ലാഹു കണ്ടിട്ടാണ് 6ാമത്തെ പെൺകുട്ടിയെയും അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് പെൺകുട്ടി ജനിക്കുമ്പോൾ നിങ്ങൾ ബേജാറിലാവരുത്, നിരാശയിലാവരുത്. എന്തിലാണ് ബറക്കത്തെന്ന് നമ്മൾക്കറിയില്ല. ആണിലാണോ ബറക്കത്ത്, പെണ്ണിലാണോ ബറക്കത്ത്? അതുകൊണ്ട് അല്ലാഹുവിനോട് ഖൈറായ മക്കളെയാണ് നമ്മൾ ചോദിക്കേണ്ടത്. എനിക്ക് പെണ്ണ് തന്നെ വേണമെന്ന് അല്ലാഹുവിനോട് ചോദിക്കരുത്, എനിക്കാണ് തന്നെ വേണമെന്ന് അല്ലാഹുവിനോട് ചോദിക്കരുത്.
പടച്ചോനെ ഖൈറായത് എനിക്ക് നീ തരണമെന്നാ പറയേണ്ടത്. എന്താണ് ഖൈറ് എന്ന് നമ്മളെക്കാൾ കൂടുതൽ അള്ളാഹുവിനാണ് അറിയാം. ഒരുപക്ഷേ ആണായിക്കൊള്ളണമെന്നില്ല ഖൈറായ മക്കള്, ഒരുപക്ഷേ പെണ്ണായിക്കൊള്ളണമെന്നില്ല ഖൈറായ മക്കള്. നമ്മൾക്ക് ഖൈറായത് അള്ളാഹുവിനാണ് അറിയാം. അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കണം ഖൈറായ മക്കളെ തരാൻ. അള്ളാഹു നമ്മൾക്ക് ഖൈറായ മക്കളെ തരട്ടെ. തന്ന മക്കളെ അള്ളാഹു ഖൈറിലുള്ള മക്കളാക്കി സ്വാലിഹീങ്ങളായ മക്കളാക്കി അള്ളാഹു മാറ്റുമാറാവട്ടെ. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിലൊക്കെ പുരുഷന്മാരെക്കാളും ഡിമാൻഡ് പെണ്ണിനാണ്. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ ആണുങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ മഹർ ആവശ്യപ്പെട്ട് പെണ്ണുങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാലം നമ്മുടെ നാട്ടിലേക്ക് വരും. അന്ന് ആണുങ്ങൾ നെട്ടോട്ടോടും. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. 1 ലക്ഷം ദിർഹം പെൺകുട്ടികളൊക്കെ മഹർ ചോദിക്കാണ്. 1 ലക്ഷം ദിർഹം, 50,000 ദിർഹം ഒക്കെ മഹർ തന്ന കല്യാണം കഴിക്കാം. നമ്മൾ 100 പവനും 50 പവനൊക്കെ ചോദിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ പെണ്ണ് കിട്ടാത്തൊരു സാഹചര്യമാണ്. പല ചെറുപ്പക്കാർക്കും പെണ്ണ് കിട്ടാത്ത സാഹചര്യമാണ്. പെൺകുട്ടികളൊക്കെ പഠിക്കുമ്പോൾ പെൺകുട്ടികള് പഠനം കഴിയുന്നത് വരെ വിവാഹത്തിന് തയ്യാറാകൂല. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ജോലി നോക്കും. ജോലിയും കൂടിയായി വരുമാനം തുടങ്ങിയാൽ പിന്നെ ചെറിയ പുതിയാപ്പിളമാരൊന്നും പറ്റൂല. ഇവളെക്കാളും വരുമാനമുള്ള, ഇവളെക്കാളും എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ അവൾ നോക്കും. അപ്പോഴേക്കും +2 കഴിഞ്ഞ് ഏതെങ്കിലും ടെക്സ്റ്റൈൽസിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി പഠനം നിർത്തിയ ചെറുപ്പക്കാർക്ക് പെണ്ണില്ലാത്തൊരു സാഹചര്യം വർദ്ധിച്ചു വരികയാണ്. ഇങ്ങനൊരു സാഹചര്യം വന്നാൽ എന്താ ഉണ്ടാവുക? പെണ്ണ് പറഞ്ഞ ഡിമാൻഡിൽ അവർ ചോദിച്ചത് കൊടുത്ത് കല്യാണം കഴിക്കേണ്ടി വരും. എനിക്ക് 10 ലക്ഷം വേണം, അല്ലെങ്കിൽ എനിക്ക് 50 ലക്ഷം വേണം, എന്നാൽ ഞാൻ റെഡിയാണ് എന്ന് പെണ്ണ് ഡിമാൻഡ് ചെയ്താൽ ആണുങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ സ്ത്രീകൾ മഹർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ സിസ്റ്റം മാറും. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കും പടച്ചോനെ ഈ ആണുങ്ങളെക്കാളൊക്കെ നല്ലത് പെൺകുട്ടികൾ തന്നെയായിരുന്നു. അതുകൊണ്ട് പടച്ചോനോട് പെണ്ണ് വേണമെന്നോ ആണ് വേണമെന്നോ അല്ല പറയേണ്ടത്, ഖൈറായത് എനിക്ക് തരണം പടച്ചോനെ. നമുക്ക് ഖൈറായ മക്കൾ അള്ളാഹു തരട്ടെ. അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. പെണ്ണായാലും ആണായാലും ഖൈറായത് അള്ളാഹു നമ്മൾക്ക് തരട്ടെ. പിന്നെ പെൺമക്കളായാലും അനന്തരാവകാശം ആരുണ്ടാവുക? അവർ കല്യാണം കഴിച്ച് പോകില്ലേ? അങ്ങനൊന്നുമില്ല. അവിടെ ആരെങ്കിലും ഒരാൾ ഒരു പുതിയാപ്പിള നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കാൻ ഒരു പുതിയാപ്പിളെ അള്ളാഹു തയ്യാറാക്കിയിട്ടുണ്ടാകും. പടച്ചോൻ ആരെ ഭൂമിയിലേക്ക് ആര് ജനിക്കുമ്പോൾ മനുഷ്യൻ മാത്രമല്ല, മൃഗങ്ങളാണെങ്കിലും ചെറിയ ചെറിയ ജീവികള്, പ്രാണികള്, എന്താണെങ്കിലും ഭൂമിയിലേക്ക് അവരൊക്കെ ജനിക്കുമ്പോൾ അവർക്കുള്ള റിസ്ക് അല്ലാഹു ഇവിടെ കണ്ടെത്തുന്നുണ്ടെന്നാണ്. അതൊക്കെ റെഡിയാക്കിയിട്ടേ പടച്ചോൻ ഒരാൾ പ്രസവിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് മക്കളെ നമ്മൾ നിയന്ത്രിക്കേണ്ട. 5-6 മക്കളൊക്കെ ഉണ്ടായിക്കോട്ടെ. ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത് മക്കളാണ്. ഒരുപാട് മക്കളുണ്ടാകുമ്പോഴാണ് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുക. നമ്മളൊക്കെ പഴയ കാലത്ത് ജീവിതം അടിച്ചു പൊളിച്ച് നമ്മുടെ വീട്ടിലൊക്കെ 4, 5, 6, 7 മക്കളുള്ളതുകൊണ്ടാണ് ഇന്ന് എല്ലാവരും ഒരു ഏകാന്തത, ഒരു ലോൺലിനെസ് എല്ലാവരും അനുഭവിക്കുകയാണ്. എന്തേ? ആരുമില്ല. ഒരു വീട്ടിൽ 1-2 മക്കള്, ആ മക്കള് ജോലി ചെയ്യാൻ പോയി, പിന്നെ അടുത്തൊരു പെൺകുട്ടി കല്യാണം കഴിച്ചു പോയി, പിന്നെ വയസ്സം കാക്കായിട്ട് അവിടെ ആരും മിണ്ടാൻ പോലും ഇല്ലാതെ വലിയ കൊട്ടാര സമാനമായ വീട്ടിൽ പുതിയാപ്പിളയും അഥവാ ഉമ്മയും ഉപ്പ ഉണ്ടാവും. ഏകാന്തതകൾ ഒരുപാട് രോഗങ്ങളെ വിളിച്ചു വരുത്തുന്നു. ആരും സംസാരിക്കാനില്ല, ആരും മിണ്ടാനില്ല. അപ്പോൾ ഏകാന്തത. അപ്പോൾ മുട്ടുവേദനയും നടുവേദനയും ഷുഗറും പ്രഷറൊക്കെ ഇല്ലെങ്കിലും നമ്മൾക്ക് തോന്നാണ് എന്തൊക്കെ അസുഖങ്ങളുണ്ടോ. തിരക്കുണ്ടാകുമ്പോൾ എത്ര അസുഖങ്ങളുണ്ടെങ്കിലും ആ അസുഖങ്ങളെ മറക്കാൻ കഴിയും. ഒരു തിരക്കില്ലാതിരിക്കുമ്പോൾ ആരോഗ്യമുള്ള മനുഷ്യനും എനിക്ക് അസുഖമുണ്ടോ എന്ന തോന്നലുണ്ടാകും. അതുകൊണ്ടാണ് ആരും ജോലിയിൽ നിന്ന് രാജിവെക്കരുത്. ആരും കച്ചവടം നടത്തി ഞാൻ ഇനി കച്ചവടം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരിക്കരുത്. ഖബറിലേക്ക് പോകുന്നത് വരെ കൃഷി ചെയ്യണം, ഖബറിലേക്ക് പോകുന്നത് വരെ കച്ചവടം ചെയ്യണം, ഖബറിലേക്ക് പോകുന്നത് വരെ ആരോഗ്യമുള്ള കാലത്തോളം ജോലി ചെയ്യണം. ചിലപ്പോൾ വയസ്സായ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. അപ്പോൾ നമ്മൾക്ക് വരുന്ന വേറെ എന്തെങ്കിലും ജോലി എടുക്കണം. മക്കൾ പറയും ഇപ്പം നിങ്ങളിനി ജോലിയൊന്നും ചെയ്യണ്ട. നമ്മൾ മക്കളെ പോറ്റാനോ നമ്മളെ പോറ്റാനോ അല്ല നമ്മൾ ജോലി ചെയ്യുന്നത്. നമ്മൾക്കൊരു ടൈം പാസിന് വേണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ജോലി നമ്മൾക്ക് ഉണ്ടാകണം. ഇനി അതൊന്നും ഇല്ലെങ്കിൽ വീട്ടിൽ നല്ലൊരു വായനക്കാരായിട്ട് നമ്മൾ മാറണം. ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങി ഇരുന്നിട്ട് ഇങ്ങനെ പുസ്തകങ്ങൾ വായിക്കണം. അത് ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തെ മനോഹരമാണ്. നല്ല നല്ല പുസ്തകങ്ങൾ വീട്ടിലേക്ക് വാങ്ങിച്ച് അതിങ്ങനെ ഇരുന്ന് വായിക്കണം. അപ്പോൾ ലോൺലിനെസ് ഒന്നും ഫീൽ ചെയ്യില്ല. ആരും ഇല്ലെങ്കിലും നല്ല സന്തോഷമായിരിക്കും. ആളുകൾ വരുമ്പോഴാണ് ചൊടി വരിക, ആളുകൾ വരുമ്പോഴാണ് ദേഷ്യം വരിക. നിങ്ങൾ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ആളുകൾ വരുമ്പോൾ ദേഷ്യം വരും. കാരണം ഇവർ വന്ന് വായിക്കാൻ പറ്റൂലല്ലോ,
മരിക്കുന്നത് വരെ അസുഖം അറിയില്ല. ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു തീർക്കാൻ പറ്റും. നിങ്ങളുടെ പേരക്കുട്ടികൾക്കാണെങ്കിൽ നല്ല മനോഹരമായ ആശയങ്ങൾ കൈമാറാൻ കഴിയും. നിങ്ങളെ വായന കണ്ടിട്ട് പേരക്കുട്ടികളും ഓട്ടോമാറ്റിക്കായിട്ട് TV-യിൽ നിന്ന് പുസ്തകങ്ങളിലേക്ക് ഡൈവേർട്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെയായി ഫഇദാ ഫറഗത ഫൻസബ്, അലസന്മാരായിരിക്കുന്ന ഒരു സിസ്റ്റം അള്ളാഹുവിന്റെ ദീനിലില്ല. അത്തരം ആളുകളെ ഇഷ്ടമല്ല. അത്തരം ആളുകളെ കാണുന്നത് പോലും, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അത്തരം ആളുകളെ കാണുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവാണ് സത്യം, ലഅൻ യഅഖുദ അഹദുകും ഹബ്ലഹു, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു കാറെങ്കിലും എടുക്കണം, ഒരു കാർ എടുക്കണം. ഫയഹ്തസിബ അലാ ദുഹ്രിഹി, എന്നിട്ട് നിങ്ങൾ വിറക് വെട്ടാൻ പോകണം, അഥവാ അടക്ക പെറുക്കാൻ പോകണം. മിണ്ടാണ്ടിരിക്കണ്ട, തോട്ടത്തിൽ പോകണം. അവിടെ അടക്കുണ്ടാകും, ഇവിടെ മറ്റുള്ള പല പുല്ലുണ്ടാകും. അങ്ങനെ അത്തരം വിഷയങ്ങളിൽ നിങ്ങൾ സജീവമാകണം. ഖൈറുൽ ലഹു മിൻ അൻ യഅതി റജുലൻ, വേറൊരാളുടെ സമീപത്തേക്ക് പോയി ഫയസ്അലഹു, അയാളോട് വല്ലതും ചോദിക്കുന്നത്, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് വേറെ ഒരാളോട് ചോദിക്കുന്നതിനേക്കാളും നല്ലത് അപ്പുറത്തുള്ള അയൽവാസിയുടെ തോട്ടത്തിൽ പോയി അടക്ക പെറുക്കിയിട്ട് അയാളെ സഹായിച്ചിട്ടെങ്കിലും പണമുണ്ടാക്കലാണ്. ചിലപ്പോൾ അയാൾ കൊടുത്തേക്കാം, ചിലപ്പോൾ അയാൾ കൊടുത്തില്ല എന്ന് വരാം. മാ അകല അഹദുൻ തുആമൻ ഖത്തു, നിങ്ങൾ ഒരാളും ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല, ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി, സ്വന്തം കയ്യിൽ നിന്ന് സമ്പാദിച്ച് തിന്നുന്നതിനേക്കാൾ മനോഹരമായ ഭക്ഷണം വേറെ നിങ്ങൾക്ക് കിട്ടാനില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ചാരിറ്റി പ്രവർത്തകർ, റിലീഫ് പ്രവർത്തകർ കൊണ്ടുവരുന്ന കിറ്റിനേക്കാളും മാധുര്യം സ്വന്തമായി അധ്വാനിച്ച് കൈകളിൽ തഴമ്പുണ്ടായി ആ തഴമ്പ് ഉള്ള കൈകളുമായി ചില ആളുകൾക്കൊക്കെ കൈ കൊടുക്കുമ്പോൾ മനസ്സിലാകും, പാറ പോലെയുള്ള കൈകളുണ്ടാകും. ചില ആളുകൾക്ക് നല്ല പാറ പോലെ തഴമ്പിച്ച കൈകളുണ്ടാകും. തോട്ടത്തിലൊക്കെ കൃഷിയൊക്കെ എടുത്ത് കൂലിപ്പണിക്കെടുത്ത് ജീവിച്ച ആളുകളുടെ കൈകൾ പരുപരുത്ത കൈകളായിരിക്കും. എന്നാൽ വേറെ ചില ആളുകളുടെ കൈകൾ നല്ല പരുത്തിയ പോലെ ഉണ്ടാകും, സോഫ്റ്റ് ആയിട്ട്. എൻ്റെ അടുത്ത് അവർ പണിയെടുത്തില്ല എന്നല്ല, അവരുടെ പണി വേറെ എന്തെങ്കിലും ബിസിനസ് ആയിരിക്കും. ഇവര് തോട്ടത്തിൽ അധ്വാനിച്ചതാണ്. അത്തരം കൈകളെ അല്ലാഹുവിനും ഹബീബിനൊക്കെ വലിയ ഇഷ്ടായിരുന്നു. മാ അകല അഹദുൻ തുആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചു തിന്നുന്നതിനേക്കാൾ മാധുര്യമുള്ള ഭക്ഷണം വേറെയില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, വ ഇന്ന നബിയല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകൻ ദാവൂദ് നബി അലൈഹിസ്സലാം കാന യഅകുലു മിൻ അമലി യദിഹി, സ്വന്തം അധ്വാനിച്ച് പണമുണ്ടാക്കി അതിൽ നിന്ന് തിന്നുന്ന ആളായിരുന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം സ്വന്തമായി അധ്വാനിച്ച് തിന്നുന്ന ആളായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, വയസ്നഉൽ ഫുൽക വകുല്ലമാ മറ അലൈഹി മലഉം മിൻ ഖൗമിഹി സഖിറൂ മിൻ ഖാല ഇൻ തസ്ഖറൂ മിന്നാ ഫഇന്നാ നസ്ഖറു മിൻകും കമാ തസ്ഖറൂൻ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ഒരു ആശാരി പണിയെടുക്കുന്ന ആളായിരുന്നു. കപ്പൽ നിർമ്മിക്കാറുണ്ടായിരുന്നു. കപ്പൽ നിർമ്മിക്കുമ്പോൾ നാട്ടുകാരെ കളിയാക്കാറുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു, അതേ മിൻ തസ്ഖറൂ മിന്നാ, നിങ്ങൾ ഇന്ന് എന്നെ കളിയാക്കിയാൽ ഞാൻ നിങ്ങളെ കളിയാക്കുന്ന ഒരു ദിവസം കടന്നു വരുമെന്ന് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ അധ്വാനത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയ കപ്പലിലാണ് വെള്ളപ്പൊക്കം വന്നപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാമിന് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. വഹാദാ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് അലൈഹിസ്സലാം കാന ഹദ്ദാദാ, ദാവൂദ് നബി അലൈഹിസ്സലാം കൊല്ലനായിരുന്നു. ഇരുമ്പുകളെ നമ്മുടെ മാവുകൾ കുഴക്കുന്നത് പോലെ ഇരുമ്പുകളെ കൈകൾ കൊണ്ട് കുഴക്കാനുള്ള കഴിവ് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിനുണ്ടായിരുന്നു. വഅലന്നാ ലഹുൽ ഹദീദ്, ഇരുമ്പിനെ ഞാൻ ദാവൂദ് നബി അലൈഹിസ്സലാമിന് മിനുസമുള്ളതാക്കി കൊടുത്തു. അനിഅമൽ സാബിഗാതിൻ വഖദ്ദിർ ഫിസ് സർദ് വഅമലു സാലിഹൻ ഇന്നി ബിമാ തഅമലൂന ബസീർ. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം പടയങ്കിയുണ്ടാക്കി, ഇരുമ്പുകൾ കൊണ്ട് പടയങ്കിയുണ്ടാക്കി അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് ജീവിച്ച ആളായിരുന്നു മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം. ഇനി മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമോ കാന നജ്ജാറാ,
സഖറിയാ നബി അലൈഹിസ്സലാമും ആശാരിയായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളാണെങ്കിൽ ആടിനെ മേച്ച് നടന്നിട്ടുണ്ട്, ജീവിക്കാൻ വേണ്ടി ആടിനെ മേച്ച് നടന്നിട്ടുണ്ട്. അത് മാത്രമല്ല ബിസിനസ്സിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങള് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ബിസിനസ്സിനെ ഹബീബായ നബി തങ്ങളാണ് ഏറ്റെടുക്കുന്നത്. ബിസിനസ്സും ചെയ്തിട്ടുണ്ട്, ആടിനെയും മേച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഉമ്മത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് നിങ്ങളും ഇതുപോലെ സ്വന്തം കൈകൊണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കണമെന്നാണ്. ഇനി നോക്കൂ, നിങ്ങൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ സമീപത്തേക്ക് പോകുന്നൊരു രംഗമുണ്ടല്ലോ. ഖാലത് ഇഹ്ദാഹുമാ യാ അബതി ഇസ്തഅജിർഹു ഇന്ന ഖൈറ മൻ ഇസ്തഅജർതൽ ഖവിയ്യുൽ അമീൻ. മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ മക്കള് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഉപ്പാ അദ്ദേഹത്തെ നിങ്ങൾ കൂലിക്ക് വിളിക്കുമോ ഉപ്പാ? അദ്ദേഹത്തിന് നല്ല ആരോഗ്യമുണ്ട്, വിശ്വസ്തനാണ് അയാൾ. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ കൂലിപ്പണിക്കാരനായി ആ മൂസയെ വിളിക്കണമെന്ന് മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ വാക്ക് ശുഐബ് നബി അലൈഹിസ്സലാമിനോട് മക്കൾ പറയുന്നുണ്ട്. അങ്ങനെ എത്ര വർഷമാണ് മൂസാ നബി അലൈഹിസ്സലാം കൂലിപ്പണിയെടുത്തത്? കൂലിപ്പണിയെടുത്തു ശമ്പളത്തിന് വേണ്ടി. ആരുടെ വീട്ടിൽ? മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം കൂലിപ്പണിയെടുത്ത് ജീവിച്ചു വർഷങ്ങളോളം. ഇനി നോക്കൂ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുന്നത്, ഖാല ജഅൽനി അലാ ഖസാഇനിൽ അർളി ഇന്നി ഹഫീളുൻ അലീം. നിങ്ങളുടെ ഈ ഖജനാവിനെ ഞാൻ സൂക്ഷിച്ചോളാം. ഖജനാവിന്റെ സൂക്ഷിപ്പുകാരനായി നിങ്ങൾ എന്നെ ഏൽപ്പിക്കണം. ഞാൻ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഈ ജോലി ഞാൻ വളരെ ഭംഗിയായി നിർവഹിച്ചോളാം എന്ന് പറഞ്ഞ് ഖജനാവിന്റെ കാവൽക്കാരനായി മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ജോലി ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഖജനാവിന്റെ സൂക്ഷിപ്പുകാരനായി യൂസുഫ് നബി അലൈഹിസ്സലാം മാറുന്നുണ്ട്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മളും അതുപോലെ വിശ്രമമില്ലാതെ ജോലി ചെയ്യേണ്ട ആളുകളാണ്. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, അത് കഴിഞ്ഞാൽ അടുത്തത്, അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജോലി. അങ്ങനെ വിശ്രമം പരിശുദ്ധ ദീനിലില്ല. വിശ്രമിക്കുക. ഇനി ഞാൻ എന്റെ പണിയൊക്കെ കഴിഞ്ഞു, എനിക്ക് 50 വയസ്സായ എന്റെ മക്കളൊക്കെ ജോലിക്ക് പോവാണ്, അതുകൊണ്ട് ഞാൻ റെസ്റ്റാണ് എന്ന് പറയുന്നൊരു സിസ്റ്റം ഇസ്ലാമിലില്ല. ഇനി ഞാൻ റെസ്റ്റാണ്, അങ്ങനെയില്ല. ഗൾഫിൽ നിന്നൊക്കെ നമ്മളൊരു പക്ഷേ പ്രായമാകുമ്പോൾ ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആകും, നാട്ടിൽ റിട്ടയർഡ് ആകും, പെൻഷൻ വാങ്ങിച്ച് ജീവിക്കുന്ന ആളുകളുണ്ടാകും. ആയിക്കോട്ടെ, എന്നാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ജോലി ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ബിസിനസ് സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. സമ്പത്തിൽ നിന്നൊരംശം, ഒരു ഭാഗം ബിസിനസ്സിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. ചെലവ് നമ്മൾ ചുരുക്കണം. വലിയ വീടെടുത്ത് അല്ലെങ്കിൽ വലിയ കല്യാണങ്ങൾ കഴിച്ച് നമ്മൾ ഒരുപാട് സമ്പത്ത് ചെലവഴിച്ച് വിഡ്ഢികളാകരുത്. പണമുള്ളവർ കഴിച്ചോട്ടെ, പണമുള്ളവർ ഉണ്ടാക്കിക്കോട്ടെ. പക്ഷെ സാധാരണക്കാരായ ആളുകൾ മറ്റുള്ള മുതലാളിമാരെ ഇമിറ്റേറ്റ് ചെയ്ത് അനുകരിച്ച് നമ്മൾ കടക്കാരായി മാറരുത്. നമ്മുടെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ 50 രൂപയെ നമ്മൾ ചെലവഴിക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ള ഒരു 50 രൂപ എടുത്തു വെക്കണം. എന്തിന്? അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ഇൻട്രസ്റ്റ് ഉണ്ടാവാനല്ല. ഒരു എമൗണ്ട് വരും, എന്തെങ്കിലും ഒരു കച്ചവടം, എന്തെങ്കിലും ഒരു ബിസിനസ്, എന്തെങ്കിലും വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അത് എടുത്തു വെക്കണം. നമ്മൾ എൻജോയ് ചെയ്യുന്നത്, നമ്മൾ ആസ്വദിക്കുന്നതൊക്കെ നമ്മുടെ അസറ്റ് വിറ്റിട്ടല്ല, ഉള്ള സ്ഥലങ്ങൾ വിറ്റിട്ട് അങ്ങനെയല്ല. നമ്മൾക്ക് പുറത്തു നിന്ന് വരുന്ന, ഉറങ്ങുമ്പോൾ വരുന്ന വരുമാനങ്ങൾ ഉണ്ടാകും. ബിൽഡിങ്ങിൽ നിന്ന്, ക്വാർട്ടേഴ്സിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ഷോപ്പിൽ നിന്ന്. ആ വരുമാന മാർഗങ്ങളിൽ നിന്ന് വരുന്ന വരുമാനം കൊണ്ടായിരിക്കണം നമ്മൾ വണ്ടിയെടുക്കേണ്ടതും നമ്മൾ ലാവിഷാക്കേണ്ടതൊക്കെ. ആ രീതിയിൽ സമ്പദ്ഘടനയിൽ ഒരു കൃത്യമായൊരു ഓർഡർ നമ്മൾക്കില്ലെങ്കിൽ നമ്മുടെ ലൈഫ് എന്താകും? നമ്മുടെ ജീവിതം പെട്ടെന്നൊരു ഷോ ആയിരിക്കും. പിന്നെ നമ്മൾ കുമിളകളെ പോലെ പൊട്ടിപ്പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇതൊക്കെയാണ് ബിസിനസ് സമ്പാദ്യങ്ങളുടെ ആമുഖമായി എനിക്ക് പറയാനുള്ളത്. ഇനി അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, മഹാനായ കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മർറ റജുലുൻ അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ അല്ലാഹുവിന്റെ ഹബീബ് ഒരു ചെറുപ്പക്കാരന്റെ സമീപത്തുകൂടെ നബി തങ്ങൾ ഇങ്ങനെ നടന്നുപോയി. ഫറആ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ജിൽദിഹി വനശാതി. ആ മനുഷ്യന്റെ ആവേശവും ആ മനുഷ്യന്റെ എനർജിയും കണ്ടപ്പോ മഹാന്മാരായ സ്വഹാബാക്കൾ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്
അല്ലാഹുവിന്റെ റസൂലേ, ലൗ കാന ഹാദാ ഫീ സബീലില്ലാഹ്, ഈ മനുഷ്യൻ ഇങ്ങനെ അധ്വാനിക്കുന്നത്, ഈ മനുഷ്യൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു നബിയേ. ഇതിപ്പോ ദുനിയാവിന് വേണ്ടിയല്ലേ ഇയാൾ കഷ്ടപ്പെടുന്നത് എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇൻ കാന ഖറജ യസ്ആ അലാ വലദിഹി സിഗാറാ ഫഹുവ ഫീ സബീലില്ലാഹ്, ഈ മനുഷ്യൻ അധ്വാനിക്കുന്നത് അയാളുടെ മക്കൾക്ക് ഭക്ഷണം നൽകാനാണെങ്കിൽ അയാൾ അല്ലാഹുവിന്റെ മാർഗത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഗൾഫിൽ പോയി നമ്മൾ ജോലി ചെയ്യുന്നത് നമ്മുടെ മക്കളുടെ പട്ടിണി മാറ്റാനാണെങ്കിൽ അത് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള പ്രതിഫലാർഹമായ ജോലിയാണ്. പള്ളിയിലുള്ള ഉസ്താദുമാർ, കമ്മിറ്റി ഭാരവാഹികളുടെ, നാട്ടുകാരുടെ ചീത്തയും എല്ലാം സഹിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് കുടുംബം പോറ്റാനാണെങ്കിൽ അവർക്കും അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള പ്രതിഫലമുണ്ട്. ജോലിക്ക് പുറമെ നമ്മുടെ മക്കളെ പോറ്റാനുള്ള അധ്വാനം, അതിന് പേരിൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങള് എല്ലാറ്റിനും അല്ലാഹു പ്രതിഫലം നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. പിന്നെ നബി തങ്ങൾ പറഞ്ഞു, വഇൻ കാന ഖറജ യസ്ആ അലാ അബവൈനി ശൈഖൈനി കബീറൈൻ, വലിയ വയസ്സായ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് ഒരാൾ ജോലി ചെയ്യുന്നത്. രോഗിയായ മാതാപിതാക്കളെ അവരെ ചികിത്സിക്കണം, അവർക്ക് മരുന്ന് വാങ്ങണം, അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അവർക്ക് ഭക്ഷണം നൽകണം, അവരെ പരിപാലിക്കണം. അതിനു വേണ്ടിയാണ് ഒരാൾ അധ്വാനിക്കുന്നതെങ്കിൽ അയാളും അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരെ പോലെയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നബി തങ്ങൾ പറഞ്ഞു, വഇൻ കാന യസ്ആ അലാ നഫ്സിഹി യഅഫുഹാ, മറ്റുള്ള ആളുകളോട് ചോദിക്കാതെ യാചിക്കാതെ അന്തസ്സോടെ ജീവിക്കാൻ അയാളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അയാളും അല്ലാഹുവിന്റെ മാർഗത്തിലാണെന്ന്, അയാൾക്കും അല്ലാഹു പ്രതിഫലം നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇനി ഒരാൾ കച്ചവടം ചെയ്യുന്നത്, ഒരാൾ ജോലി ചെയ്യുന്നത്, ബിസിനസ് ചെയ്യുന്നത്, പണമുണ്ടാക്കുന്നത് ആളുകൾക്കിടയിലുള്ള പേരിനാണ്. വലിയ വാഹനങ്ങൾ വാങ്ങുന്നത്, വലിയ വീടെടുക്കുന്നതൊക്കെ പേരിനും പ്രശസ്തിക്കും വേണ്ടിയാണ്, അയാളുടെ സുഖത്തിനല്ല. എന്തിനാ നീ ബെൻസ് എടുത്ത് നാട്ടാര് കാണാൻ? എന്തിനാ നീ വലിയ വീടെടുത്ത് നാട്ടാര് കാണാൻ? എന്തിനാ നീ വലിയ കല്യാണം കഴിച്ച നാട്ടാര് കാണാൻ? ഇതാണ് റിയാഅൻ എന്ന് പറയുന്നത്. ലോകമാന്യം നാട്ടുകാരെ കാണിക്കാൻ, ആളുകളെ കാണിക്കാനാണ് ഈ പണിയെങ്കിൽ വമുഫാഖറ, അഹങ്കാരത്തിന്റെ ഭാഗമായിട്ട് പേരിന് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ ഫഹുവ ഫീ സബീലിശ് ശൈത്വാൻ, അയാൾ പിശാചിന്റെ പാതയിലാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നത്, ഭാര്യയ്ക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നത് എന്തിനെ? സ്വന്തം ചെലവ് മറ്റൊരാളെ ആശ്രയിക്കാതിരിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നത് പോലും അല്ലാഹുവിന്റെ മാർഗത്തിലാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ ജുമുഅയിൽ എല്ലാ ആളുകളെയും വിളിച്ചുകൂട്ടി പരിശുദ്ധ ഖുർആൻ ഒരു വാക്ക് പറയുന്നുണ്ടല്ലോ. എല്ലാ വെള്ളിയാഴ്ചയും കോടാനക്കോടി മുസ്ലിമീങ്ങളെ പള്ളിയിലേക്ക് വിളിക്കുന്നുണ്ട്. എന്തിനാണ് പള്ളിയിലേക്ക് വിളിക്കുന്നത്? ഈ മനോഹരമായ ആയത്ത് ഓതി കേൾപ്പിക്കാനാണ്. ഫഇദാ ഖുളിയത്തിസ് സ്വലാഹ് فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون. നിങ്ങളുടെ നിസ്കാരം കഴിഞ്ഞാൽ, ഈ ജുമുഅ നിസ്കാരം കഴിഞ്ഞാൽ, فإذا قضيت الصلاة, ഈ ജുമുഅ നിസ്കാരം കഴിഞ്ഞാൽ, فانتشروا في الأرض, പള്ളിയിൽ കുത്തിയിരിക്കണ്ട, വേഗം നിങ്ങൾ നാട് വിട്ടോളൂ, വേഗം നിങ്ങൾ സ്ഥലം വിട്ടോളൂ, എന്നിട്ട് നിങ്ങളെ നാട്ടിലിറങ്ങിക്കോളൂ. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സമ്പാദിച്ചോളൂ എന്നാ പറയുന്നത്. ജുമുഅ നിസ്കാരം കഴിഞ്ഞാൽ വേഗം നിങ്ങൾ സ്ഥലം വിട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചോളൂ, വല്ല വരുമാന മാർഗങ്ങളെ കുറിച്ച് ചിന്തിച്ചോളൂ എന്നാണ് പരിശുദ്ധ വെള്ളിയാഴ്ചകളിൽ ഓരോ ഉസ്താദുമാരും പള്ളിയിലേക്ക് വരുന്ന മുഅ്മിനീങ്ങളോട് വിളിച്ചു പറയുന്നത്. ഇതെല്ലാം നിങ്ങൾ മടിയന്മാരാകരുത്, അലസന്മാരാകരുത്, വീടിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ലക്ഷ്യബോധമില്ലാതെ തേരാ പാരാ നടക്കുന്ന ആളുകളായി മാറരുത് എന്ന് സൂചിപ്പിക്കാനാണ് ജുമുഅ സൂറത്ത് പോലെയുള്ള സൂറത്തുകളെല്ലാം വെള്ളിയാഴ്ച ദിവസം അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതാൻ പറഞ്ഞത്.
എന്നാൽ കച്ചവടം, ബിസിനസ് എന്ന് പറഞ്ഞ് നിസ്കാരത്തെ നിങ്ങൾ നിസ്സാരമായി കാണാൻ പാടില്ല. നിസ്കാരത്തെ നിങ്ങൾ ചെറുതായി കാണാൻ പാടില്ല. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. ജോലി എന്ന് പറഞ്ഞ് നിസ്കാരം ഖളായി പോവരുതേ. കച്ചവടം എന്ന് പറഞ്ഞ് നിസ്കാരം ഖളായി പോവരുതേ. അസ്സലാത്തു ലി അവ്വലി വഖ്തിഹാ. ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കാൻ നമ്മൾക്ക് കഴിയണം. നിസ്കാരം എത്ര വലിയ തിരക്കാണെങ്കിലും, എത്ര വലിയ ബിസി ആണെങ്കിലും സമയത്ത് നിസ്കരിക്കാൻ നമ്മൾക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചില ആളുകളെ നമ്മൾ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യാറുണ്ട്. ചില ആളുകളെ, ഇപ്പോൾ മമ്മൂട്ടി, സിനിമാ നടൻ മമ്മൂട്ടിയെ കുറിച്ച് കേൾക്കാറുണ്ട്. സമയമാകുമ്പോൾ നിസ്കരിക്കുന്ന ആളാണ്. നമ്മൾ സിനിമാ നടൻ എന്നൊക്കെ പറഞ്ഞ് എഴുതിത്തള്ളും. സിനിമാ നടനാണ്. ചിലപ്പോൾ ആഖിറത്തിലെത്തുമ്പോൾ സ്വർഗത്തിലേക്ക് മുമ്പിൽ ആൾ തന്നെ ആയിരിക്കും. നാട്ടിലും ആൾ തന്നെ ആയിരിക്കും. സ്വർഗത്തിലെത്തുമ്പോൾ ചിന്തിക്കും, ഇവിടെ ആൾ തന്നെയാണോ? എൻ്റെ സമയത്ത് നിസ്കരിക്കുന്ന ആളാണ്. നമ്മൾ ഒരാളെയും വില കുറച്ച് കാണരുത്. ഒരു മനുഷ്യനെയും വില കുറച്ച് കാണരുത്. ആരാണ് പടച്ചവൻ്റെ അടുത്ത ആള് എന്ന് നമുക്കറിയില്ല. അള്ളാഹു നോക്കുന്നത് ഖൽബിലേക്കാണ്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും. അള്ളാഹുവിന് ഈ വേഷങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല. അള്ളാഹുവിന് കോലങ്ങളോടോ പ്രകടനങ്ങളോടോ നാടകങ്ങളോടോ അഭിനയങ്ങളോടോ പടച്ചവന് വലിയ താല്പര്യമൊന്നുമില്ല. അള്ളാഹു നോക്കുന്നത് നമ്മുടെ ഖൽബിലേക്കാണ്. ഖൽബ് എത്ര ശുദ്ധിയുണ്ട് എന്നാണ് അള്ളാഹു പരിശോധിക്കുന്നത്. അപ്പൊ എന്ത് തിരക്കുണ്ടെങ്കിലും, എത്ര ബിസിയാണെങ്കിലും നിസ്കാരങ്ങൾ ഇഷ്ടപ്പെടാൻ പാടില്ല. കഴിവിന്റെ പരമാവധി ഹദ്ദാദകളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികാക്കണം. അതുപോലെ മജ്ലിസുൻ നൂർ, സ്വലാത്ത്, ദിക്റുകൾ, ഖുർആൻ പാരായണം, ഇതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം. കച്ചവടത്തിനെ പോലെ സമയം കണ്ടെത്തണം. ഖുർആൻ ഓതാനൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ അള്ളാഹു കൂടുതൽ ബർക്കത്ത് ചെയ്യുന്നു. അള്ളാഹു നിമിത്തങ്ങൾ പറയുന്നത്, പരിശുദ്ധ ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്. വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ് വലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ ശുക്ർ ചെയ്താൽ, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. ലഅസീദന്നകും, തന്നുകൊണ്ടേയിരിക്കും. ശുക്ർ ചെയ്യണം. അള്ളാഹു നിഅമത്ത് തരുന്നതിനനുസരിച്ച് നമ്മൾ പള്ളിയിൽ നിന്ന് അകലേണ്ടവരല്ല. നമ്മുടെ നാട്ടിലൊക്കെ സിസ്റ്റം എങ്ങനെയാണ്? പണക്കാരായാൽ, മുതലാളിമാരായാൽ അവർക്ക് പിന്നെ മൗലിദ് വേണ്ടിണ്ടാവില്ല, അവർക്ക് പിന്നെ ഹദ്ദാദ് വേണ്ടിണ്ടാവില്ല, അവർക്ക് പിന്നെ വാലിൽ നിന്നും അവർ വരൂല. സ്റ്റേജിൽ ഇരിക്കാനാണെങ്കിൽ വരും, താഴെ ഇരിക്കാനാണെങ്കിൽ വരൂല. പണം കൂടിയാലുള്ള പ്രശ്നം അതാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലേക്കല്ല നമ്മൾ മാറേണ്ടത്. നമ്മൾ മാറേണ്ടത് അള്ളാഹു സമ്പത്ത് നൽകുമ്പോൾ, അള്ളാഹു നമ്മൾക്ക് നിഅമത്ത് നൽകുമ്പോൾ കൂടുതൽ അള്ളാഹിലേക്ക് അടുക്കാൻ ശ്രമിക്കുക, കൂടുതൽ വിനയാന്വിതനാവുക. അപ്പുറത്തും പണം കൂടുതൽ തരുന്നു. വലഇൻ ശകർതും ലഅസീദന്നകും, ഞാൻ നിങ്ങൾക്ക് പിന്നെയും തരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിനെ മറക്കുന്ന രീതിയിലുള്ളൊരു സമ്പദ്ഘടനയെക്കുറിച്ചോ സാമ്പത്തിക സിസ്റ്റത്തെക്കുറിച്ചോ അല്ല നമ്മൾ പറയുന്നത്. നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനാവണം. ഈ നിയ്യത്ത് പോലും അതാവണം. പണം ഉണ്ടാക്കുമ്പോൾ പോലും അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കാനാണ് എന്നുള്ളൊരു ബോധം നമ്മൾക്ക് ഉണ്ടാവണം. യൂസുഫ് അലിയൊക്കെ ഒരു ലുലുമാൾ ഉണ്ടാക്കിയതിനു ശേഷം മതി, ഇനി റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ആകെ ഒരു ലുലുമാൾ അദ്ദേഹത്തിന് ഉണ്ടാകുമായിരുന്നുള്ളൂ. ഇപ്പോൾ 100 ചില്ലാനം ഹൈപ്പർ മാർക്കറ്റുകളായി ലോകരാജ്യങ്ങളിൽ അറിയപ്പെട്ടൊരു മനുഷ്യനായത് എന്തുകൊണ്ടാണ്? 1 പോരാ 2 വേണം, 2 പോരാ 3 വേണം. 2 സക്സസ് ആയില്ല, ഇനടുത്തത് 3, പിന്നെ 4, അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ്. നമ്മളിപ്പോ 50 വർഷമായിട്ടൊക്കെ ഒരു സ്ഥാപനം നടത്തുന്ന ആളുണ്ടാവും, രണ്ടാമതൊന്നിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമുക്കിപ്പോഴും ഒന്ന് തന്നെ. നമ്മൾ ചിന്തിച്ചിരുന്നെങ്കിൽ 4, 5, 10 ഒക്കെ ആവേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് സക്സസ് ആയാൽ അടുത്ത സ്റ്റെപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഒരു അടക്കയെ മാത്രം ആശ്രയിക്കരുത്. അങ്ങനെ പലരും പഴയ കാലത്ത് അങ്ങനെ ചെയ്തു. തോട്ടമുണ്ടായി, അതിൽ കിട്ടുന്ന വരുമാനം മാത്രം പ്രതീക്ഷിച്ചിരുന്നു. പിന്നെ അടക്കൊക്കെ വില കുറഞ്ഞു. എപ്പോഴേക്കും അന്നത്തെ മുതലാളിമാർ പിന്നെ പാവങ്ങളായി മാറി. അന്ന് അടക്കയായിരുന്നു വലിയ പ്രതീക്ഷ. പിന്നെ അടക്കൻ്റെ വിലയൊക്കെ കുറഞ്ഞു, അടക്ക കിട്ടാതായി, പല രോഗങ്ങളുണ്ടായി അടക്കയിൽ. അപ്പൊ പുതിയ പണക്കാരൊക്കെ ഉണ്ടായി. ഇവർ ആ പണ്ടത്തെ അടക്കനെ തന്നെ ആശ്രയിച്ചിരുന്നു, വേറെ മാർഗങ്ങളെ കുറിച്ച് ചിന്തിച്ചില്ല. അപ്പോ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സിസ്റ്റം, പകരങ്ങൾ നമ്മൾക്ക് എപ്പോഴും ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി സമ്പത്തുണ്ടാകുമ്പോ ഹറാമായ സമ്പാദ്യങ്ങൾ ഉണ്ടാവരുത്, അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വൽവസ്നു യൗമഇദിനിൽ ഹഖ് ഫമാ ثقلت موازينه فأولئك هم المفلحون.
പ്രിയപ്പെട്ടവരെ, വൽ വസ്നു യൗമഇദിനിൽ ഹഖ്, നാളെ മീസാൻ എന്നൊരു തുലാസ് വരാനുണ്ട്. ലോകത്തെത്തിയാൽ നന്മയെയും ചിന്മയെയും തൂക്കുന്നൊരു തുലാസിനെ നമ്മൾ ഫേസ് ചെയ്യാനുണ്ട്. فمن ثقلت موازينه فأولئك هم المفلحون. ആരുടെ നന്മയുടെ തുലാസിനാണോ ഭാരമുള്ളത് അവരാണ് നാളെ വിജയിക്കുക. നമ്മുടെ നന്മയുടെ തുലാസിന് ഭാരമുണ്ടാവണം. വമൻ ഖഫ്ഫത് മവാസീനുഹു, ആരുടെ തുലാസിനാണ് ഭാരം കുറയുന്നത്, നന്മയുടെ തുലാസിനല്ല ഭാരമുള്ളത്, ചിന്മയുടെ തുലാസിനാണ് ഭാരമുള്ളതെങ്കിൽ ഫഉലൈകല്ലദീന ഖസിറൂ അൻഫുസഹും ബിമാ കാനൂ ബിആയാതിനാ യദ്ലിമൂൻ. നിശ്ചയമായും അവർ പരാജിതരായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നന്മയുടെ തുലാസിന് ഭാരം ഉണ്ടാവണം. നമ്മുടെ മുൻഗാമികളായ സഹാബാക്കളുടെ സാമ്പത്തിക സ്രോതസ് നോക്ക്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ടവരെ, ഒരൊറ്റൊരു ദിവസം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചത് 900 ഒട്ടകമാണ്. 900 ഒട്ടകം ഒരൊറ്റ ദിവസം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. 900 ഒട്ടകം എന്ന് പറഞ്ഞാൽ അത്രയും. 900 ഒട്ടകം അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു 900 ഇന്നോവ ക്രിസ്റ്റ ഒരു ദിവസം 900 ഇന്നോവ ക്രിസ്റ്റ അള്ളാന്റെ ദീന് കൊടുക്കുന്ന ഒരാളെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. യൂസുഫിൽ എടുക്കും ഒറ്റ ദിവസത്തിൽ 900 ഇന്നോവ ക്രിസ്റ്റ, 100 ബെൻസ്, 100 കുതിരയും 950 ഒട്ടകം ഒരൊറ്റ ദിവസം അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കണമെങ്കിൽ അവരുടെ അസറ്റ് എത്രയായിരിക്കും, അവരുടെ വരുമാന മാർഗം എത്രയായിരിക്കും ആലോചിച്ചു. അവർക്ക് വലിയ കോടീശ്വരന്മാരാണ്, വലിയ മുതലാളിമാരാണ്. ആര്? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളും ഒരു ദിവസം 700 ഒട്ടകം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്. 700 ഒട്ടകം എന്ന് പറഞ്ഞാൽ 700 × 25 ലക്ഷം കൂട്ട്. അന്നത്തെ ഏറ്റവും മുന്തിയ വാഹനം, ഞാൻ ചെറിയ വാഹനത്തിനെ പിടിച്ചപ്പോ ഒരു മീഡിയം വാഹനത്തെ പിടിച്ച്, വേണമെങ്കിൽ ബെൻസ് പിടിക്കാം. ക്യാമൽ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും മുന്തിയ വാഹനമാണ്. ചുവന്ന ഒട്ടകം എന്നൊക്കെ പറഞ്ഞാൽ വില പിടിച്ച വാഹനമാണെന്ന്. ഇന്നത്തെ ഒരു ബെൻസിലേക്ക് വെക്കാം. 1 കോടി, 1 കോടി × 700, 1 കോടി × 950. ആര് കൊടുക്കും? യൂസുഫലി കൊടുക്കും. ഇന്ന് ലോകത്ത് ഏത് മുതലാളി ഒരൊറ്റ ദിവസം ഇത്ര ചെലവഴിക്കും? അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം ചെലവഴിച്ച സ്വതക്കയാണിത്. അപ്പൊ ഇന്നത്തെ മുതലാളിമാരുടെ സമ്പത്തിനേക്കാളൊക്കെ 100 ഇരട്ടി വരുമാനം അവർക്കുണ്ടായിരുന്നു. ഉള്ളതിൽ നിന്ന് അവർ നന്നായി ചെലവഴിച്ചു. പ്രിയപ്പെട്ടവരെ, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചത് 700 ഒട്ടകമാണ്. 700 ഒട്ടകം. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ചെലവഴിച്ചത് 950 ഒട്ടകം, അതേപോലെ 100 കുതിര അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ സമ്പാദ്യങ്ങളും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു. അതുപോലെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ത്വൽഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിനൊക്കെ 30 മില്യൺ ദിർഹമുകൾ അദ്ദേഹത്തിന് അസറ്റായി ഉണ്ടായിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയും. മഹാനായ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് 11ഓളം വീടുകൾ ഉണ്ടായിരുന്നു എന്ന് കാണാൻ പറ്റും. 50 മില്യണോളം ദിർഹമുകൾ, ദീനാറുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞു വരുന്നത്, അവരുടെ കയ്യിൽ ഇത്രയൊക്കെ പണമുണ്ടാകുമ്പോൾ അവരാരും അഹങ്കാരിയായി മാറിയിട്ടില്ല. ഉള്ളതെല്ലാം അല്ലാഹുവിന്റെ ദീനിന് ചെലവഴിക്കാനാണ് അവർ തയ്യാറായത്. അതിന് പുറമെ അവര് സമ്പാദിച്ചത് ഹലാലായ മാർഗത്തിലൂടെയാണ്. ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്, ഹലാലായ മാർഗത്തിലല്ലാതെ ഹറാമായ മാർഗത്തിലൂടെ നമ്മുടെ സമ്പാദ്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഹറാമിലൂടെ ഉണ്ടാവരുത്. യബ്ന ആദം, ഓ ആദം സന്തതികളെ, തഫറഗ ലിഇബാദതി, നീ ബിസിനസ്സും കച്ചവടവും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ മറന്നു പോകരുതേ. എന്റെ നിസ്കാരങ്ങളെ നീ വൈകിക്കരുത്, ഖളാ ആക്കരുത്. തഫറഗ ലിഇബാദതി, തിരക്ക് കൂടുമ്പോ എന്നെ ഓർക്കണം, എനിക്ക് വേണ്ടി സമയം കണ്ടെത്തണം. അങ്ങനെ നീ എനിക്ക് വേണ്ടി സമയം കണ്ടെത്തിയാൽ അംല സ്വദറക ഗിനാ, നിന്നെ ഞാൻ മുതലാളിയാക്കി തരാം.
എനിക്ക് വേണ്ടി സമയം കണ്ടെത്തിയാൽ ഞാൻ നിന്നെ മുതലാളിയാക്കി തരാം. വഅസുദ്ദ ഫഖറക, നിന്റെ പ്രയാസങ്ങളൊക്കെ ഞാൻ മാറ്റിത്തരാം. വഇല്ലം തഫഅൽ, ഇനി തിരക്കുണ്ടാകുമ്പോൾ നമ്മൾ അല്ലാഹുവിനെ മറന്നുപോയാലോ മലഅതു സദറക ശൂലാ, നിന്റെ തിരക്ക് തീരൂല. തിരക്കന്നെ ആയിരിക്കും, എപ്പോഴും തിരക്കന്നെ ആയിരിക്കും. എന്നാൽ വലം അസുദ്ദ ഫഖറക, നിന്റെ ആവശ്യങ്ങളും തീരൂല, നിന്റെ തിരക്കും തീരൂല, നിന്റെ ആവശ്യങ്ങളും വിടൂല. എപ്പോഴും നീ കടത്തിലായിരിക്കും. എപ്പോഴും നിനക്ക് ആവശ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ നിന്റെ തിരക്ക് തീർന്നോ? ഇല്ല. എപ്പോഴും നീ ബിസിനസ്സും കച്ചവടത്തെക്കുറിച്ചും ചിന്തയിലായിരിക്കും. എപ്പോ? അല്ലാഹുവിനെ മറന്നു പോകുമ്പോ. അതുകൊണ്ട് അല്ലാഹുവിനെ മറക്കാത്ത കച്ചവടമാണ് നമ്മൾക്കുണ്ടാവേണ്ടത്. ഇന്നല്ലാഹ തആല ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. ഇനി വളരെ ഗൗരവത്തോടു കൂടി കേൾക്കണം. സമ്പാദ്യങ്ങള് ആവശ്യമാണ്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന മേഖലകളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി എങ്ങനെ സമ്പാദിക്കണം, സമ്പാദ്യങ്ങളിൽ സൂക്ഷിക്കേണ്ട ചില വിഷയങ്ങളാണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത്. ഇന്നല്ലാഹ തആല ത്വയ്യിബുൻ, അല്ലാഹു ത്വയ്യിബാണ്. ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ എന്താ? ഹലാൽ എന്നതിനേക്കാൾ മികച്ചു നിൽക്കുന്നതാണ് ത്വയ്യിബ്. ഭക്ഷണം ഹലാല് തിന്നണം. ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ ഹലാലിനേക്കാളും മുകളിലിരിക്കുന്ന സാധനമാണ്. അല്ലാഹു നല്ലവനാണ്, അല്ലാഹു നല്ലവനാണ്, ആ മനുഷ്യൻ നല്ലവനാണ്. ആ നല്ലവനാണ് എന്നതിനേക്കാളും മുകളിലുള്ള പദമാണ് ത്വയ്യിബ്. അയാളെ കുറിച്ചൊരു പരാതിയില്ല, ആർക്കും പരാതിയില്ലാത്ത കറകളഞ്ഞ മനുഷ്യൻ. അല്ലാഹു ത്വയ്യിബാണ്. ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. അല്ലാഹുവിന് ഇഷ്ടം ത്വയ്യിബാണ്, അല്ലാഹു സ്വീകരിക്കുന്നതും ത്വയ്യിബാണ്. വഇന്നല്ലാഹ അമറൽ മുഅ്മിനീന, എന്നിട്ട് അല്ലാഹു തആല നമ്മളോട് പറയുകയാണ്, സാധാരണക്കാരായ മനുഷ്യന്മാരോട് പറയുകയാണ്, യാ അയ്യുഹർ റസൂൽ കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ. ആദ്യം പ്രവാചകന്മാരോട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകന്മാരോട് പറഞ്ഞു, കുലൂ മിനത് ത്വയ്യിബാത്, നിങ്ങൾ ത്വയ്യിബായതേ തിന്നാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ത്വയ്യിബായത് തിന്നണം, സംശയാസ്പദമായത് നിങ്ങൾ തിന്നാൻ പാടില്ല. ദഅമാ യുരീബുക ഇലാ മാ ലാ യുരീബുക, ഒരു വിഷയം സംശയാസ്പദമായതാണ്, സംശയം ഇത് ശരിയാണോ തെറ്റാണോ എങ്കിൽ ആ കാര്യത്തെ തന്നെ നമ്മൾ ഒഴിവാക്കുക. സംശയമുണ്ട്, ശരിയാണോ ഇത് തെറ്റാണോ എന്നൊരു സംശയം. സമ്പാദിക്കുന്ന വിഷയത്തിലെ, വരുമാന മാർഗങ്ങളുടെ വിഷയത്തിലെ, പാമ്പരാഗ് വിൽക്കുന്നത് ശരിയാണോ തെറ്റാണോ, മനസ്സിനൊരു ചൊറിച്ചിലുണ്ട്, പഠിച്ചോനെ ഇത് വിറ്റാല് പൈസ ഒക്കെ കിട്ടും, പക്ഷേ ഇത് വേണോ, അങ്ങനൊരു സംശയം വന്നാൽ ആ പാമ്പരാഗ് എന്നത് എടുത്തു മാറ്റണം. സിഗരറ്റ് വിൽക്കുമ്പോൾ ഒരു സംശയം മനസ്സിന്, പഠിച്ചോ ഇതൊക്കെ വലിക്കുമ്പോൾ ആൾക്കാർക്ക് രോഗം ഉണ്ടാവൂലേ, അപ്പൊ ഇത് ഒരു ത്വയ്യിബാകോ എന്ന ഡൗട്ട് ഉണ്ടായാൽ സിഗരറ്റ് തന്നെ എടുത്തു മാറ്റണം. ഇതിനെയാണ് ത്വയ്യിബ് എന്ന് പറയാ. സൂപ്പർ മാർക്കറ്റ് വിൽക്കുമ്പോൾ അവിടെ സിഗരറ്റ് ഉണ്ടാകും, മറ്റുള്ള വസ്തുക്കളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത്തരം പണം ഉണ്ടാകുമ്പോൾ അത് ത്വയ്യിബാകുമോ എന്ന ഭയം ഉണ്ടായാൽ ദഅമാ യുരീബുക ഇലാ മാ ലാ യുരീബുക, അത്തരം കച്ചവടങ്ങളിലേക്ക് പോകരുത്. പിന്നെ പ്രവാചകന്മാരോടാ പറഞ്ഞത്, യാ അയ്യുഹർ റസൂൽ കുലൂ മിനത് ത്വയ്യിബാത്, പ്രവാചകരെ നിങ്ങൾ നല്ലതേ തിന്നാൻ പാടുള്ളൂ. എന്തുകൊണ്ട്? ത്വയ്യിബ് തിന്നാലേ അല്ലാഹു ദുആഇന് ഉത്തരം തരുള്ളൂ. ത്വയ്യിബ് തിന്നാലേ ദുആഇന് ഉത്തരം ഉണ്ടാവുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് അല്ലാഹു ദുആഇന് ഉത്തരം നൽകൂല. ഒരിക്കലൊരു സ്വഹാബി അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു, നബിയേ ഉദ്ഉല്ലാഹ അൻ അകൂന മുസ്തജീബദ് ദഅവ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, ഞാൻ എന്ത് ചോദിച്ചാലും അല്ലാഹു ദുആഇന് ഉത്തരം തരുന്ന ഒരാളാക്കി മാറ്റാൻ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹിയോട് ഒരു സ്വഹാബി ആവശ്യപ്പെടുകയാണ്. ദുആക്ക് ഉത്തരം വേണ്ടേ? നമ്മളെന്തൊക്കെ ദുആ ചെയ്യുന്നു, എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. അപ്പൊ ദുആഇന് ഉത്തരം വേണം. ഒരു സ്വഹാബി പറയാൻ, ഞാൻ എന്ത് ചോദിച്ചാലും അല്ലാഹ് എനിക്ക് ഉത്തരം തരണം, അതിനു വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അത്വിബ് മത്അമക തകുൻ മുസ്തജാബദ് ദുആ. അത്വിബ് മത്അമക, ഹലാൽ തിന്നണമെന്നല്ല പറഞ്ഞത്, ത്വയ്യിബായത് നീ തിന്നണം, ഉറപ്പുള്ളത്, നല്ലതാണ് എന്ന് ഉറപ്പുള്ളത് മാത്രമേ നീ തിന്നാൻ പാടുള്ളൂ. എന്നാലോ തകുൻ മുസ്തജാബദ് ദുആ, എന്ത് ചോദിച്ചാലും അല്ലാഹു ഉത്തരം നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
വേറൊരു ഹദീസിൽ അല്ലാഹു പറയുന്നുണ്ട്, എത്ര മുടി ജടകുത്തിയ ആളുകള്, എത്ര മുടിജട കുത്തിയ ആളുകള്, അല്ലാഹു എന്ത് ചോദിച്ചാലും ഉത്തരം നൽകേണ്ട ആളുകള്, അഥവാ ദുആഇന് ഉത്തരം കിട്ടേണ്ട എല്ലാ അടയാളങ്ങളും അവരിലുണ്ട്. യാത്രയുടെ അടയാളമുള്ള മുടിജട കുത്തിയ വസ്ത്രം മുഴുവനും പൊടി പുരണ്ട യാത്രക്കാരായ ആളുകൾ വരെ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്, യാ റബ്ബ് യാ റബ്ബ്, അല്ലാഹുവേ അത് തരണം അല്ലാ, ആരോഗ്യം തരണം പടച്ചോനെ, രോഗത്തിന് ശിഫ തരണം അല്ലാ, വീട് വേണം, ജോലി വേണം എന്നെല്ലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. എന്നാൽ എങ്ങനെയാണ് അല്ലാഹു അവർക്ക് ഉത്തരം തരുന്നത്? നിസ്കാരം കഴിഞ്ഞ് ദുആർക്കുന്നു, ദുആക്ക് ഉത്തരമുള്ള സമയമാണത്. കഅബയുടെ കില്ല പിടിച്ച് ദുആ ചെയ്യുന്നു, ദുആഇന് ഉത്തരമുള്ള സ്ഥലമാണത്. സംസം വെള്ളം കുടിച്ച് ദുആ ചെയ്യുന്നു, ദുആഇന് ഉത്തരമുള്ള സമയമാണത്. ജുമഅയുടെ 2 ഖുതുബയുടെ ഇടയിൽ ദുആ ചെയ്യുന്നു, ദുആഇന് ഉത്തരമുള്ള സമയമാണത്. പക്ഷേ എങ്ങനെയാണ് ഞാൻ അവർക്ക് ഉത്തരം നൽകേണ്ടത്? തഹജ്ജുദ് നിസ്കാരത്തിന് എണീറ്റ് ദുആ ചെയ്യുന്നു, ഞാൻ എങ്ങനെ അവർക്ക് ഉത്തരം നൽകണം? തഹജ്ജുദ് നിസ്കാരത്തിന് മരം കോച്ചുന്ന തണുപ്പിൽ രാത്രി സമയത്ത് തണുത്ത വെള്ളം കൊണ്ട് വുളൂ ചെയ്ത് വിറച്ച് മുസല്ലയിലേക്ക് വന്ന് ആ തണുപ്പത്ത് മരവെച്ചിരിക്കുന്ന ശരീരം കൊണ്ട് അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്തിട്ട് നിസ്കാരം കഴിഞ്ഞ് 2 കരങ്ങളും അല്ലാഹുവിലേക്ക് ഉയർത്തി അയാള് ദുആ ചെയ്യാണ്, പടച്ചോനെ എന്റെ മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാഹ്. അന്നാ യുസ്തജാബുല, എങ്ങനെ അല്ലാഹു ഉത്തരം തരും? പ്രിയപ്പെട്ടവരെ, മഅകലുഹു ഹറാം, തിന്നുന്നത് ഹറാമാണ്. മൽബസുഹു ഹറാം, ധരിക്കുന്നത് ഹറാമാണ്. മസ്കനുഹു ഹറാം, വീട് ഹറാമാണ്. എന്നിട്ട് അയാൾ ചോദിക്കുകയാണ്, യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ്, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, അന്നാ യുസ്തജാബുല, ഹറാം തിന്നുന്ന, ഹറാം ധരിക്കുന്ന, ഹറാമിൽ താമസിക്കുന്ന ഒരു മനുഷ്യൻ വുളൂ ചെയ്ത് മരം കോച്ചുന്ന തണുപ്പിൽ തണുത്ത് വിറച്ച് 2 കരങ്ങളും അല്ലാഹുവിലേക്ക് ഉയർത്തിയാൽ എങ്ങനെ ഞാൻ ഉത്തരം കൊടുക്കണം? അല്ലാഹു ചോദിക്കുകയാണ്, എന്തടിസ്ഥാനത്തിലാണ് ഞാൻ അയാൾക്ക് ഉത്തരം നൽകേണ്ടത്? കാരണം ഹറാം തിന്നുന്ന ഒരാൾക്ക് ഉത്തരം നൽകാൻ എനിക്ക് കഴിയില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബി, ഹറാം തിന്നുന്ന എല്ലാ ആളുകളും നരകത്തിലാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഹറാം തിന്നുന്ന എല്ലാവരും നരകത്തിലാണ്. കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി ശഫീഉനാ റസൂലുള്ളാഹി. ഏതൊരാൾ ഹറാം തിന്ന് ജീവിക്കുന്നുണ്ടോ അവര് നരകത്തിന്റെ വിറകുകൊള്ളിയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഒരു ഭർത്താവ്, ഒരു പിതാവ് ഹറാമിലൂടെയാണ് സമ്പാദിക്കുന്നത്. ആ സമ്പാദ്യം കൊണ്ടുവന്നിട്ട് ഭാര്യയ്ക്ക് കൊടുക്കുന്നു, ഭാര്യ അത് പാചകം ചെയ്ത് 4-5 മക്കൾക്ക് നൽകുന്നു. എന്നിട്ട് ഒന്നിച്ചിരുന്ന് ഭാര്യയും ഭർത്താവും മക്കളും തിന്നുന്നത് ഹറാമാണെങ്കിൽ ആ വീടും ആ കുടുംബവും നേരെ നരകത്തിന്റെ വിറകുകൊള്ളിയാണ്. അവർക്ക് അല്ലാഹു നരകമല്ലാതെ നൽകൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹറാം കൊണ്ട് സമ്പാദിച്ച് മക്കൾക്ക് നൽകണോ? അത് ഹറാം സമ്പാദിച്ച് ഭാര്യമാർക്ക് നൽകണോ? ഹറാം സമ്പാദിച്ച് പാവപ്പെട്ട മാതാപിതാക്കളെ ഭക്ഷിപ്പിക്കണോ? നമ്മള് ഹലാല് സമ്പാദിച്ചിട്ട് അതെത്ര കുറഞ്ഞതാണെങ്കിലും അതാണ് ഖൈറ്. ഹറാം സമ്പാദിച്ച് ഒരംശം നമ്മുടെ ശരീരത്തിലേക്ക് പോയാൽ അത് നരകത്തിലേക്കുള്ള വിറകുകൊള്ളിയായി മാറും. അതുകൊണ്ടാണല്ലോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഒരു പാല് കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭൃത്യനായ, അദ്ദേഹത്തിന്റെ ജോലിക്കാരനായ ഒരു ചെറുപ്പക്കാരൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഒരു പാല് കൊടുക്കുന്നുണ്ട്. വയറ് നിറയെ പാല് കുടിച്ച് അദ്ദേഹം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞപ്പോ ഭൃത്യൻ ചോദിക്കുന്നുണ്ട്, അടിമ ചോദിക്കുന്നുണ്ട്, ഇത് എവിടെന്നാണ് എന്ന് നിങ്ങൾ ചോദിച്ചുവോ? ഇല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ചോദിക്കും, എവിടുന്ന് കിട്ടിയതാ, ആര് തന്നതാ? 100 ചോദ്യങ്ങൾ ഉണ്ടാകും. ഇന്നെന്തേ നിങ്ങൾ ചോദിക്കാത്തത്? ഇത് ആര് തന്നു എന്ന് നിങ്ങൾ ചോദിച്ചില്ലല്ലോ, ഇത് എവിടുന്ന് കിട്ടി എന്ന് നിങ്ങൾ ചോദിച്ചില്ലല്ലോ. സിദ്ദീഖ് ചോദിച്ചു, എന്താ എവിടുന്ന് കിട്ടിയത്, ആരാ തന്നത്? അപ്പോഴാണ് അടിമ പറയുന്നത്, ജാഹിലിയ്യ കാലത്ത് മുസ്ലിമാകുന്നതിന് മുമ്പ് എന്നോടൊരാൾ വന്നിട്ട് പറഞ്ഞു മന്ത്രിക്കാൻ, ജ്യോത്സ്യപ്പണി എടുക്കാൻ. എനിക്ക് ജ്യോത്സ്യപ്പണി ഒന്നും അറിയില്ല.
ഞാൻ അയാള് പറഞ്ഞപ്പോ ഒന്നങ്ങോട്ട് പറഞ്ഞു, ഞാനെന്ത് പറഞ്ഞപ്പോ ഒന്നങ്ങോട്ട് പറഞ്ഞു. ഇപ്പൊ ചില ആയുർവേദിക് മരുന്നുകളുണ്ട്. ആയുർവേദിക് മരുന്ന് നാട്ടുകാരൊക്കെ പറയും അത് നിങ്ങൾ കുടിച്ചോളി, അതുകൊണ്ട് സുഖം ഉണ്ടാവും. പക്ഷെ ആയുർവേദിക് മരുന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇത് സുഖം കിട്ടുമോ ഇല്ലേ എന്നുള്ള ഒരു പ്രൂഫും ഇല്ല, ഒരടിസ്ഥാനമില്ല. അത് ഇത്ര വിശ്രമിച്ച് 2-3 മാസം പത്തി നിന്നാല് സുഖം കിട്ടും. അതിപ്പോ മരുന്ന് കുടിച്ചില്ലെങ്കിലും സുഖം കിട്ടും പത്തി നിന്നാല്. ചില അസുഖങ്ങൾക്ക് ഒരു മരുന്നും കുടിക്കാതെ ഒരാൾ 3 മാസം ഭക്ഷണം നിയന്ത്രിച്ചാൽ അയാൾക്ക് അസുഖം മാറും. ഒരു മരുന്നും കുടിക്കാതെ അയാൾ നോമ്പൊക്കിയാൽ അയാളുടെ അസുഖം മാറും. മൃഗങ്ങളൊക്കെ അസുഖം വന്നാൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന, അസുഖം വരുമ്പോ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ആ രോഗത്തിന്റെ അണുക്കളെ നശിപ്പിക്കാൻ കാരണമാകുമെന്നൊരു പുസ്തകത്തിൽ വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. അപ്പൊ 2 മാസം 3 മാസമൊക്കെ പൊത്തിരുന്ന അസുഖം മാറും. അപ്പോൾ ഞാനതിനെ ആയുർവേദിക് മരുന്നുകൾ കുറ്റപ്പെടുത്തല്ല. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ നാട്ടിലൊരു ചർച്ചയുണ്ട്. അപ്പോൾ അടിസ്ഥാനങ്ങളൊന്നുമില്ല. അത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണോ അല്ലെങ്കിൽ മെഡിക്കലി പ്രൂവ്ഡ് ആണോ എന്ന് വെച്ചാൽ അതിന് യാതൊരു അടിസ്ഥാനം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ അങ്ങോട്ട് പോയത് ആയുർവേദിക്കിലേക്ക് പോയത് എവിടെ നിന്നാണ്, എന്തിൽ നിന്ന് ഇപ്പൊ അങ്ങോട്ടേക്ക് എത്തിയത്, എവിടെ പോയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ പറഞ്ഞ ഓർമ്മ ഉണ്ടായിരുന്നെങ്കിലോ അങ്ങോട്ട് പോയെങ്ങനെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതുവരെ എന്താ നിങ്ങള് ഓപ്പറേറ്റർ ശ്രദ്ധിക്കുന്നില്ല എന്ന് എല്ലാവരും പറയും. മൂപ്പർ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരും പറയും നന്നാണെങ്കിൽ ഓപ്പറേറ്റർ നന്നാണോ, മൂപ്പർ ശ്രദ്ധിക്കുന്നുണ്ട് മനസ്സിലായി. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് ഒരു ജോത്സ്യപ്പണി എനിക്ക് അറിയൊന്നുമില്ല, പക്ഷെ ഞാൻ അങ്ങോട്ടൊന്ന് കാച്ചി, അതങ്ങോട്ട് സക്സസ് ആയി. ചില ആളുകള് വീട് നോക്കാൻ വരൂലേ, വീടിന് പിന്നെ അത് എന്തെങ്കിലും തലവേദന പനിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തങ്ങന്മാരെയോ ആരെങ്കിലും കൊണ്ടുവരും വീട് നോക്കാൻ. അപ്പോൾ തങ്ങന്മാർ പറയും അല്ലെങ്കിൽ ഉസ്താന്മാർ പറയും അത് പിന്നെ കന്നിമൂലയിൽ എന്താണ് ബാത്റൂം ഉണ്ട്, അല്ലെങ്കിൽ അവിടെ അടുപ്പുണ്ട്, അവിടെ പൈപ്പ് പോയിട്ടുണ്ട്, ഈ റൂമിൻ്റെ എൻട്രൻസ് ശരിയില്ല, അവിടെ കാറ്റ് ശരിയില്ല, അങ്ങനെ ഇത് പൊളിക്കണം എന്നൊക്കെ പറയും. യാതൊരു അടിസ്ഥാനം ഉണ്ടാവില്ലായിരുന്നു, യാതൊരു അടിസ്ഥാനം ഉണ്ടാവില്ല. നമ്മളത് പൊളിക്കും, എന്നിപ്പോൾ പൊളിച്ചിട്ട് അസുഖം മാറും. ഇനി കട്ടകാലത്തിന് അസുഖം മാറിയ അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് പൊളിച്ചോണ്ട് മാറിയാണ്. ഇനി മാറിയില്ലെങ്കിലോ അപ്പോൾ നമ്മൾ മറ്റാൾ പറഞ്ഞത് ശരി തന്നെയാണ്, വേറെന്തെങ്കിലും കുറവുണ്ടോ അവന് അടുത്ത തങ്ങളെ വിളിച്ചോണ്ടിരിക്കുക, വേറെന്തെങ്കിലും പൊളിക്കാൻ പറ്റുമോ നോക്കുക, അടുത്ത ബാത്റൂം കഴിഞ്ഞ് അടുത്ത കിച്ചൺ പൊളിക്കുക. ഇതിൽ പലതും അടിസ്ഥാനം ഇല്ലാത്തതാണ്. വീടിന്റെ കാര്യങ്ങളിൽ പലതും അടിസ്ഥാനം ഇല്ലാത്തതാണ്, പലതും. അപ്പൊ നമ്മള് ഒരു കൊച്ചു സ്ഥലമുള്ള ആളോട് ഒരു 2-4 സെന്റൊക്കെ സ്ഥലമുള്ള ആള് അപ്പുറത്ത് ഇങ്ങനെയാണ് അവിടെ കന്നിമൂല ബാത്റൂം വേണം എന്നൊക്കെ പറഞ്ഞാൽ ആളെ കൊണ്ട് നിർമ്മിക്കാനൊന്നും കഴിയില്ല. നിങ്ങളിപ്പോൾ വീടെടുക്കുമ്പോൾ നോക്കാൻ പറ്റാണെന്ന് നോക്കുക. അത് ഇസ്ലാമികമായിട്ടുള്ള സിസ്റ്റം ഒന്നുമല്ല. ഈ കന്നിമൂല നോക്കലൊന്നും ഇസ്ലാമിന്റെ കൾച്ചറിൽ പെട്ടൊന്നുമില്ല, മറ്റുള്ള മതങ്ങളിൽ നിന്ന് വന്ന ചില കൾച്ചറുകളാണ്. ഇനി പറ്റാണെങ്കിൽ നോക്കിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരാൾക്ക് അങ്ങനെ നോക്കി എടുക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ നോക്കിക്കോ. അത് നോക്കാൻ പറ്റാത്ത ചില ആളുകളുണ്ടാവും. അത് ആ സ്ഥലത്തിന് നോക്കാനുള്ള സംവിധാനമില്ല, ചെറിയൊരു ഒതുങ്ങിയ സ്ഥലം, അപ്പുറത്തൊക്കെ വീട്. എത്ര ആളുകൾ നിങ്ങൾ പിന്നെ അതിനെ നോക്കി നിന്നിട്ട് നിങ്ങൾ വീട് കെട്ടായിരിക്കുന്നതിനപ്പുറം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് കുറ്റടിക്കലാണ്. അമ്മ യതവക്കൽ അലല്ലാഹി ഫഹു ഹസ്ബു. നമ്മൾ പഠിച്ചവനെ പരമേൽപ്പിച്ചാൽ അല്ലാഹ് കൂടെ ഉണ്ടാകുന്നു. ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. ഏത് കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴും തവക്കൽ അലല്ലാഹ്, പഠിച്ചവനെ ഏൽപ്പിക്കുക. അങ്ങനെ അള്ളാഹിനെ ഏൽപ്പിച്ചാലോ അമ്മ യതവക്കൽ അലല്ലാഹി ഫഹു ഹസ്ബു. ഞാനുണ്ട് കൂടെ, അള്ളാഹ് പറഞ്ഞാണ് ഞാൻ കൂടെ ഉണ്ട്, എന്നെ ഏൽപ്പിച്ചോ ഞാൻ കൂടെയുണ്ട്. അങ്ങനെ പഠിച്ചോനെ ഏൽപ്പിച്ച ഒരു വീടും കോട്ടുണ്ടാവില്ല. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് നിങ്ങൾ കുറ്റിയടിച്ച ആ വീട്ടിൽ ഒരു കോട്ടം ഉണ്ടാവില്ല, ഒരു പിശാച്ചും വരില്ല, ഒരു ശൈത്താനും വരില്ല, ഒരു അപകടം ഉണ്ടാവില്ല. വാതിൽ തുറക്കുമ്പോ കുടിയിരിക്കുമ്പോ കുറെ ആസീനും മൂലത്തൊക്കെ ഓതിയിട്ട് അല്ല കയറേണ്ടത്. നമ്മൾ കയറുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലജ് വഖൈറൽ മഖ്റജ് ബിസ്മില്ലാഹി വലജ്നാ വബിസ്മില്ലാഹി ഖറജ്നാ വഅലല്ലാഹി റബ്ബനാ തവക്കൽനാ. പുതിയ കുട്ടിയൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ കുറെ ആയത്തും ഓതേണ്ടത് ഓതൂല, ചെല്ലേണ്ടത് നമ്മൾ ചെല്ലൂല. അതിനേക്കാളും മുമ്പ് ബംഗാളികൾ അടുപ്പൊക്കെ കത്തിച്ച് ഉറങ്ങിയിട്ടുണ്ടാവും നമ്മൾ പുതിയ പേരിൽ, അത് വേറെ വിഷയമാണ് അല്ലേ. ആരാ ആദ്യമായിട്ട് സ്വന്തം വീട്ടിൽ താമസിക്കുന്ന ആരാള്? ഞാൻ വീടെടുത്ത് എൻ്റെ വീട്ടിൽ എത്രയോ ബംഗാളി കിടന്നുറങ്ങി ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ്. അപ്പൊ ഞാനൊരു ഐഡിയ ആക്കി, ഏതായാലും മുകളിലത്തെ നിലയിൽ ബംഗാളികൾ ഉറങ്ങിയില്ല, അതുകൊണ്ട് അവിടെ കൂടിയിരിക്കാന്ന് പറഞ്ഞ് മുകളിൽ കൂടിയിരുന്നു. താഴെ എന്തായാലും ബംഗാളികൾ അടുപ്പും കത്തിച്ചിട്ടുണ്ട്, ഉറങ്ങിയിട്ടുണ്ട്.
ഏത് വീട്ടിലാണ് നമ്മളെക്കാളും ബംഗാളികൾ ഉറങ്ങാത്ത വീടുള്ളത്? നിങ്ങൾ പറ. ബംഗാളികൾ ഉറങ്ങും. ഇനി സ്ലാബിൻ്റെ ദിവസമാണെങ്കിൽ പെണ്ണുങ്ങളുണ്ടാവും ഉറങ്ങാൻ. അവർക്ക് ബാത്റൂം നമ്മൾ തന്നെയാണ്, അടുപ്പും നമ്മൾ തന്നെയാണ്. എന്നിട്ട് നമ്മൾ തങ്ങളെ വിളിച്ച് ഉദ്ഘാടനം. അതിനേക്കാളും മുമ്പൊക്കെ ബംഗാളി ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വീടിലെ തീ കത്തിക്കൽ അല്ലേ. അപ്പോൾ വീടെടുക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് പുറത്തൊരു ബാത്റൂമും ഒരു റൂമും എടുക്കുക. എന്തിന്? വീട്ടിലിരുന്ന ബംഗാളികൾക്ക് ഉറങ്ങാൻ. അതവിടെ കത്തിച്ചോട്ടെ. നമ്മളെ വീട്ടിൽ നമ്മൾ തന്നെ ആദ്യം കയറി കിടന്നുറങ്ങും. നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യമാണ്, നമ്മൾ ആരും ചിന്തിക്കാത്തൊരു കാര്യമാണ്. നമ്മൾ വീടെടുക്കുമ്പോൾ ആദ്യം വീടെടുത്ത് ഇങ്ങനെ കയറ്റും. അവസാനമാണ് കാർ ഷെഡൊക്കെ ഇട്ട്. ആദ്യം കാർ ഷെഡ് ഇട്ട് ആ കാർ ഷെഡിൽ ഒരു ഔട്ട്ഡോർ ഒരു വാഷ്റൂം ഉണ്ടാക്കുക. എന്നിട്ട് ബംഗാളി ആരും ഉറങ്ങുകയാണെങ്കിലും പുറത്തുറങ്ങണം. അവർ അടുപ്പെത്തിക്കണമെങ്കിൽ പുറത്ത് അടുപ്പെത്തിക്കണം. നമ്മുടെ വീട്ടിൽ അടുപ്പെത്തിക്കുന്നതും ഉറങ്ങുന്നതൊക്കെ നമ്മൾ തന്നെയാണ് ആദ്യം. അല്ല പിന്നെ തങ്ങൾമാരെ വിളിച്ചിട്ട് എന്താ കാര്യം? ആദ്യം തങ്ങൾമാരെ വിളിച്ച് ഉദ്ഘാടനമാക്കിയിട്ട് എന്താ കാര്യം? അവർ ഉറങ്ങിക്കഴിഞ്ഞാൽ. അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, പല വിഷയങ്ങളിൽ നമ്മൾ അള്ളാഹുവിലേക്ക് പരമേൽപ്പിക്കണം. എന്താ പറയാ, അല്ലാഹുമ്മ അസ്അലുക ഖൈറൽ മൗലജ്, പഠിച്ചോനെ ഞാൻ ഈ പ്രവേശിക്കുന്ന വീടിന്റെ ഖൈറിനെ ഞാൻ ചോദിക്കുകയാണ്. വഖൈറൽ മഖ്റജ്, ഇനി പുറത്തു പോയാൽ അവിടെയും ഖൈർ വേണം. ബിസ്മില്ലാഹി വലജ്ന, നിന്റെ നാമം കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പ്രവേശിക്കുന്നത്. ബിസ്മില്ലാഹി ഖറജ്ന, നിന്റെ പേരിട്ട് ഞാൻ പുറത്തിറങ്ങുള്ളൂ. വഅലല്ലാഹി റബ്ബനാ തവക്കൽനാ, പഠിച്ചോനെ ഈ വീട് ഞാൻ നിന്നിലേക്ക് പരമേൽപ്പിക്കുകയാണ്. ഇതാണ് നമ്മൾ വീട്ടിൽ കയറുമ്പോൾ ചെല്ലേണ്ടത്. ഇത് ഉദ്ഘാടന ദിവസം മാത്രമല്ല, മരിക്കുന്നത് വരെ വീട്ടിൽ കയറുമ്പോൾ ഇത് ചൊല്ലി കയറണം. ഒരു പിശാചിന്റെ ശല്യം ഉണ്ടാവില്ല. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, നമ്മൾ അള്ളാഹ്ക്ക് പരമേൽപ്പിച്ച അള്ളാഹു നമ്മളെ ഏറ്റെടുക്കുകയാണ് എന്ന ബോധം കൂടി നമ്മൾക്ക് ഉണ്ടാവണം. അപ്പൊ മഹാനായ സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, എവിടെ നിന്നാ കിട്ടിയെന്ന്. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ വെറുതെ ഒരു ജോത്സ്യപ്പണി എടുത്തു, അത് സക്സസ് ആയി, വിജയിച്ചു. അങ്ങനെ വിജയിച്ചപ്പോ അവരെനിക്കിപ്പോ ഇന്ന് വന്നിട്ട് അന്ന് വിജയിച്ചതിനുള്ള സമ്മാനം തന്നു. അയിൽന്ന് കിട്ടിയ പാലാണിത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൊണ്ടയിൽ വിരലിട്ട് ഛർദ്ദിച്ചു. ഇതൊരു ഗിഫ്റ്റ് കൊടുത്താണ്. ഇപ്പൊ ഹറാമെന്ന് പറയാനൊന്നും പറ്റൂല, എന്നാലും ത്വയ്യിബല്ല. ഇന്നല്ലാഹ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, അല്ലാഹു ത്വയ്യിബേ സ്വീകരിക്കുള്ളൂ. തൊണ്ടയിൽ വിരലിട്ട് വന്നില്ല, കുറച്ച് വെള്ളം വാങ്ങി കുടിച്ചു, പിന്നും വിരലിട്ടു. അങ്ങനെ വയറ്റിലുള്ള എല്ലാ അംശവും പുറത്തുപോയി എന്നുറപ്പിച്ചതിന് ശേഷമാണ് സിദ്ദീഖുകൾ ഛർദ്ദിക്കുന്നത് നിർത്തിയത്. എന്തിന്? ദുആക്ക് ഇജാബത്ത് വേണമെങ്കിൽ ത്വയ്യിബാകണം. ഇന്നല്ലാഹ തആല ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ, അല്ലാഹു തആല ത്വയ്യിബായതല്ലാതെ സ്വീകരിക്കൂല എന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു. എന്നിട്ട് മുഅ്മിനീങ്ങളോട് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, ഞാൻ നിങ്ങൾക്ക് തന്നതിൽ നിന്ന് ത്വയ്യിബായതിനെ നിങ്ങൾ സ്വീകരിക്കണമെന്ന്, നല്ലതിനെ നിങ്ങൾ തിന്നണമെന്ന് അല്ലാഹു നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ത്വയ്യിബായതേ നമ്മൾ തിന്നാൻ പാടുള്ളൂ. അങ്ങനെ തിന്നാലേ അല്ലാഹു ദുആഇന് ഉത്തരം നൽകുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആനിലും അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളും നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഹലാൽ തിന്നാനും ഹലാലിൽ ചെലവഴിക്കാനും നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ ഹക്കീം ഇബ്നു ഹുസാം റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, സഅൽതു റസൂലല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് വല്ലതും തരണേ എന്ന് പറഞ്ഞു. ഫഅഅതാനി, നബി തങ്ങൾ എനിക്ക് തന്നു. സുമ്മ സഅൽതുഹു, ഞാൻ നബി തങ്ങളോട് പറഞ്ഞു, ഇനിയും വേണം നബിയേ. ഫഅഅതാനി, അപ്പോൾ നബി തങ്ങൾ എനിക്ക് രണ്ടാമതും തന്നു. സുമ്മ സഅൽതുഹു, ഞാൻ നബി തങ്ങളോട് മൂന്നാമതും ചോദിച്ചു, എനിക്ക് വല്ലതും തരണം നബിയേ. ഫഅഅതാനി, മൂന്നാമതും എനിക്ക് എന്റെ ഹബീബ് തന്നു. അങ്ങനെ മൂന്നാമത്തെ തവണ തന്നപ്പോ നബി തങ്ങൾ പറഞ്ഞു, യാ ഹകീം, ഹകീം എന്നവരെ, ഹാദൽ മാൽ ഖദിറുൻ ഹുൽവുൻ, ഈ പണം എന്ന് പറയുന്നത് പച്ചയാണ്, അത് മധുരമുള്ളതാണ്. ഖദിർ എന്ന് പറഞ്ഞാൽ അട്രാക്ഷൻ ഉള്ളതാണ്. നമ്മൾ നമ്മുടെ വീടിന്റെ ചുറ്റും ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നത് പച്ച ചെടികളും പച്ചപ്പും പച്ച പുൽമേടുകളും ഉണ്ടാക്കുന്നത് പച്ചയ്ക്കൊരു അട്രാക്ഷൻ ഉള്ളത് കൊണ്ടാണ്. അതേപോലെ ഖദിറുൻ, ഈ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു അട്രാക്ഷൻ ഉള്ളൊരു പച്ചപ്പാണ്. ഹുൽവുൻ, മധുരവും ഒരു അട്രാക്ഷനാണ്, മധുരവും എല്ലാവർക്കും ഇഷ്ടമാണ്. ഫമൻ അഖദഹു ബിസഖാവതി നഫ്സിൻ, ഒരാൾ
ആവശ്യത്തിന് മാത്രം അത് എടുത്താൽ ഭൂരിക്കലഹു, അഥവാ മനസ്സിന്റെ സംതൃപ്തിക്ക് വേണ്ടി മറ്റൊരാളെ ആളുകളോട് ചോദിച്ചു വാങ്ങുന്നതിന് പകരം അയാൾ നല്ല രീതിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഭൂരിക്കലഹു ഫീഹി, അയാളുടെ ആവശ്യത്തിനാണെങ്കിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും. വമൻ അഖദഹു ബിഇശ്റാഫി നഫ്സിൻ ലം യുബാരിക് ലഹു ഫീഹി, ഇനി ഒരാൾ അത്യാഗ്രഹത്തിന് വേണ്ടി വീണ്ടും വീണ്ടും ചോദിച്ചിറങ്ങിയാൽ അല്ലാഹു തആല ബർക്കത്ത് നൽകൂല. ഇന്ന് കാണുന്ന യാചകന്മാരെല്ലാം യാചിക്കുന്നത് അന്നത്തെ ദിവസത്തിനുള്ള അന്നത്തിനല്ല, പണം സ്വരൂപിക്കാനും പണം കളക്ട് ചെയ്യാനും പണം ഒരുപാട് ഉണ്ടാക്കാനുമാണ് ഇന്ന് പലരും യാചന നടത്തുന്നത്. നിങ്ങൾക്കാർക്കെങ്കിലും ഉറപ്പ് പറയാൻ പറ്റോ നമ്മുടെ വീട്ടിലേക്ക് യാചിക്കാൻ വരുന്നവർ അന്ന് പട്ടിണിയായതുകൊണ്ട് വരാണെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരു മാസം വരെ അവര് യാചനക്ക് പോയില്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാവും. പിന്നെന്തിനാ അവർ വരുന്നത്? പൈസ കൂട്ടാൻ, പിന്നും പൈസ ഉണ്ടാക്കാനാണ് അവർ വീട്ടിലേക്ക് യാചനക്ക് വരുന്നത്. ഒരു യാചകനും ഒരു ദിവസം യാചന നിർത്തിയാൽ അന്ന് പട്ടിണി എടുക്കൂല, പിറ്റേ ദിവസം പട്ടിണി എടുക്കൂല, അടുത്ത ആഴ്ച പട്ടിണി എടുക്കൂല, അടുത്ത മാസം പട്ടിണി എടുക്കൂല. അതിന് മാത്രം അവരുടെ വീട്ടിലുണ്ടാവും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അത്യാഗ്രഹം. അത്യാഗ്രഹം. എപ്പോഴെങ്കിലും ഒരു മനുഷ്യൻ പെടുമ്പോ ആരുടെങ്കിലും പോയി ചോദിക്കും, അത് കുഴപ്പമൊന്നുമില്ല. എന്നാൽ സ്ഥിരം ഇത് പല്ലവിയാക്കുന്നത്, സ്ഥിരം ഇത് പതിവാക്കുന്നത് അല്ലാഹു ബർക്കത്ത് ചെയ്യൂല. അല്ലാഹു ബർക്കത്ത് ചെയ്യൂല. ഏതുപോലെ തിന്നുന്നു വേറെ നിറയുന്നില്ല, തിന്നുന്നു വേറെ അറിയുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാലോ, 10 പത്തിരി തിന്നു എന്നിട്ടും വേറെ നിറയുന്നില്ല. എന്തായിരിക്കും അവരുടെ അവസ്ഥ? 25 പത്തിരി എന്നിട്ടും വേറെ അറിയുന്നില്ലെങ്കിലോ? അങ്ങനെയാണ് ഈ വാങ്ങിക്കൂട്ടുന്നവൻ ചെയ്യുന്നത്. അയാൾ വാങ്ങും, പക്ഷെ അയാളുടെ പൈസ ഉണ്ടാവൂല. യാചന എന്ന് പറഞ്ഞാൽ അതാണ്. അയാൾ വാങ്ങും, ഇറക്കും, പിന്നെയും യാചിക്കും, പിന്നെയും യാചിക്കും. പക്ഷെ എത്ര കളക്ട് ചെയ്ത് വീടാന്തരം ഇറങ്ങിയാലും മരിക്കുന്നത് വരെ അയാൾക്ക് യാചന നിർത്താൻ കഴിയില്ല. അയാൾ യാചകനായിട്ട് തന്നെ മരിക്കും. അയാൾക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യൂല. അതുകൊണ്ട് മനസ്സിന്റെ സംതൃപ്തി അത്യാവശ്യ ഘട്ടങ്ങളിൽ ചോദിക്കുകയല്ലാതെ നിങ്ങൾ ഒരിക്കലും അത്യാഗ്രഹത്തിന് വേണ്ടി ചോദിക്കരുത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, മഹാനായ ഹമീദുസ് സഈദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. استعمل النبي صلى الله عليه وسلم رجلا من الأزد. അസ്ദ് ഗോത്രത്തിലെ ഒരു ചെറുപ്പക്കാരനെ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ സകാത്ത് കളക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ചു. ഒരാൾക്ക് ഡ്യൂട്ടി ഉണ്ടാവും, വീടാന്തരം കയറിയിട്ട് മാസപ്പടി അല്ലെ, ഒരു വീട്ടിൽ നിന്ന് ഇത്ര പൈസ അത് കളക്ട് ചെയ്യാൻ ഒരാളെ ഏൽപ്പിക്കാൻ. പള്ളിക്ക് 100 വീടുണ്ട്, 100 വീട്ടിലും പോയിട്ട് പള്ളിക്ക് തരേണ്ട മാസപ്പടി ഇതാ എല്ലാവരും വാങ്ങിട്ട് പറഞ്ഞ ഒരാൾക്ക് ശമ്പളം കൊടുത്ത് നിയമിച്ചു. യുഖാലു ലഹു ഇബ്നുൽ ഉത്ബിയ്യ. ഇബ്നുൽ ഉത്ബിയ്യ എന്ന് പറയുന്ന അസദ് ഗോത്രത്തിലെ ഒരാളെ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ സകാത്ത് കളക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ചു. അയാൾ പോയി സകാത്തൊക്കെ കളക്ട് ചെയ്തിട്ട് 2 കവറായിട്ട് ഇങ്ങനെ നബി തങ്ങളുടെ മുന്നിലേക്ക് വന്നു. 2 കവറുണ്ട്. എന്നിട്ട് വഹാദാലക്കും ഒരു കവർ അല്ലാഹുവിന്റെ ഹബീബിന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, ഇത് നിങ്ങൾക്കുള്ളതാണ്. എന്നിട്ട് 2ാമത്തെ കവർ കാണിച്ച് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, വഹാദാ ഉഹ്ദിയലി, നബിയെ ഇത് എന്റേതാണ്, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇത് നിങ്ങൾക്കാണ്, നിങ്ങളുടെ സക്കാത്തിന്റെ ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന ആ പൈസ. ഇതോ ഇതെനിക്ക് ഗിഫ്റ്റ് തന്നതാണ്, ഞാൻ പോയപ്പോ അവര് സമ്മാനം തന്നതാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഫഹല്ലാ ജലസ ഫീ ബൈതി അബീഹി ഔ ബൈതി ഉമ്മി. നബി തങ്ങൾ നേരെ പള്ളിയിൽ പോയി എല്ലാ സ്വഹാബാക്കളെയും വിളിച്ചു. പള്ളിയുടെ മിമ്പറിൽ കയറി നബി തങ്ങൾ ഒരു പ്രഭാഷണം നടത്തി. ഫഹല്ലാ ജലസ ഫീ ബൈതി അബീഹി, അയാൾക്ക് അയാളുടെ ഉപ്പാന്റെ വീട്ടിലിരുന്നൂടെ? അയാൾക്ക് അയാളുടെ ഉമ്മാന്റെ ഔ ബൈതി ഉമ്മി, അയാളുടെ ഉമ്മയുടെ വീട്ടിലിരുന്നൂടെ? അങ്ങനെ ഉപ്പയുടെയോ ഉമ്മയുടെയോ വീട്ടിലിരിക്കുമ്പോ അയാളുടെ വീട്ടിലേക്ക് ആളുകൾ വന്ന് സമ്മാനം കൈമാറുന്നുണ്ടോ എന്ന് അയാൾക്ക് പരീക്ഷിച്ചുകൂടെ? ഇപ്പൊ സമ്മാനം കിട്ടിയത് ഇയാളുടെ കൈ കൊണ്ടാണോ? ഈ സമ്മാനം കൊടുത്തത് ഇയാൾക്ക് അതിനുള്ള അർഹത ഉള്ളത് കൊണ്ടാണോ? അല്ല. ഇയാള് സക്കാത്ത് കളക്ട് ചെയ്യാൻ പോയപ്പോ ആരെങ്കിലും എന്തെങ്കിലും ടിപ്സ് കൊടുത്തിട്ടുണ്ടാകും. നേരെ മറിച്ച് ആ ടിപ്സ് ഇയാളുടെ വീട്ടിലിരുന്ന കിട്ടുമോ? ഇയാളുടെ ഉപ്പാന്റെ കൂടെ ഇരുന്ന കിട്ടോ? ഉമ്മാന്റെ കൂടെ ഇരുന്ന കിട്ടോ? അങ്ങനെ ഇരുന്ന് നോക്കൂടെ? ആരെങ്കിലും കൊണ്ടുവന്ന് ടിപ്സ് കൊടുക്കുന്നുണ്ടോ? നബി തങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഇതെനിക്ക് ടിപ്സ് കിട്ടിയതാണ് എന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ ഹബീബിന് ഇഷ്ടപ്പെട്ടില്ല.
എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവാണ് സത്യം, ലാ യഖുദു അഹദും മിന്നു ശൈആ, ഇത്തരം ടിപ്സുകളൊന്നും നിങ്ങൾ സ്വന്തമാക്കാൻ പാടില്ല. ഇതെല്ലാം സമൂഹത്തിന്റെ പൊതുമുതലുകളിൽ പെട്ടതാണെന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു. ഇല്ലാ ജാഅ ബിഹി യൗമൽ ഖിയാമ യഹ്മിലുഹു അലാ റഖബതി, ഇങ്ങനെ നിങ്ങൾ കമ്മീഷനൊക്കെ വാങ്ങിച്ചു വന്നാൽ നാളെ മഹ്ശറ ലോകത്തേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ പെരടിയിൽ ആ കമ്മീഷനെല്ലാം ഒരു തീജ്വാലയായി കത്തുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. പള്ളിയുടെ പിരിവിന് പോയതാണ്. അങ്ങനെ പിരിവിന് പോയിട്ട് പള്ളിക്ക് വേണ്ടി 1,00,000 രൂപ കളക്ട് ചെയ്ത് കളക്ഷൻ നടത്തി പിരിവ് നടത്തി തിരിച്ചു വന്നിട്ട് പള്ളിക്ക് വന്ന് കമ്മിറ്റിക്കാരെ കയ്യിലേൽപ്പിക്കുമ്പോ പറയാണ്, ഇതാ 70,000 നിങ്ങൾക്ക്, 30,000 എന്റേത്. എന്താ എന്റേത്? ഞാൻ കളക്ട് ചെയ്യുമ്പോ 30% അതെന്റെ കമ്മീഷനാണ്. വീട്ടുകാരെന്തിനാ കൊടുത്തത്? 1,00,000 കൊടുത്തത് എന്തിനാണ്? ആ 1,00,000 മുഴുവനും പള്ളിയിൽ ഏൽപ്പിക്കാൻ വേണ്ടി കൊടുത്തതാണ്. പള്ളി കമ്മിറ്റി ഇയാളും തമ്മിലുള്ള കരാറെന്താ? 1,00,000 പിരിച്ച 30,000 നിങ്ങൾക്ക് തരാം, 30% നിങ്ങൾക്ക് തരാം. അങ്ങനെ അയാൾ 1 കോടി പിരിച്ചാൽ 30,00,000 രൂപ കിട്ടും. ഈ 1 കോടി എന്തിനാണ് നാട്ടുകാര് പുറത്തിറക്കിയത്? പള്ളിക്കെത്താനാണ്. 1 കോടിയും പള്ളിക്കെത്തണം, അതാണ് നാട്ടുകാരുടെ നീയത്ത്, കൊടുത്താളുടെ നീയത്ത്. പക്ഷെ പള്ളിയിലേക്ക് എത്തുന്നത് 70 വന്നാൾക്ക് കിട്ടുന്നത് 30 അതെങ്ങനെയാണ് അനുവദനീയമാവുക? ശമ്പളം നിശ്ചയിക്കണം പള്ളി, അല്ലാതെ പള്ളിയിലേക്ക് കൊടുക്കുന്ന ഫണ്ട് മറ്റുള്ളവർക്ക് വകമാറ്റി ചെലവഴിക്കാൻ പാടില്ല. അയാൾ ആവശ്യപ്പെടുന്ന ശമ്പളം ചോദിക്കാം, എനിക്ക് 50,000 സാലറി തരണം, ഞാൻ കളക്ട് ചെയ്യാം. എനിക്ക് മാസത്തിൽ 50,000 സാലറി തരണം, അല്ലെങ്കിൽ 1,00,000 എനിക്ക് സാലറി തരണം, എങ്കിൽ ഞാൻ പള്ളിയുടെ സ്ഥാപനത്തിന്റെ റിസീവർ ആകാം, കളക്ട് ചെയ്ത് പൈസ കൊണ്ടുവരാം, സ്ഥാപനത്തിന്റെ ചെലവ് ഞാൻ ഏറ്റെടുത്തോളാം. അങ്ങനെ സാലറി വാങ്ങുന്നതിന് പകരം കമ്മീഷൻ പറ്റി നിങ്ങൾ ജീവിക്കരുത്. കാരണം ഞാനൊരു 10,000 കൊടുത്താൽ ഞാൻ ആഗ്രഹിക്കുന്നത് 10,000 പള്ളിയിലേക്ക് എത്തണമെന്നാണ്, 10,000 സ്ഥാപനങ്ങളിലേക്ക് എത്തണമെന്നാണ്. ഇങ്ങനെ കമ്മീഷൻ പറ്റി ജീവിക്കുന്ന ആളുകൾ ഇല്ലാ ജാഅ ബിഹി യൗമൽ ഖിയാമത്തി യഹ്മിലുഹു അലാ റഖബതി, അവരുടെ പിരടിയിൽ അതൊരു തീജ്വാലയായി നരകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, മഹ്ശറയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നരകത്തിന്റെ തീജ്വാലയായി അവരുടെ പിരടിയിൽ ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇൻ കാന ബഈറൻ ലഹു റുഗാ, ഇനി നിങ്ങൾ ഒട്ടകത്തെയാണ് ഇതുപോലെ കമ്മീഷൻ അടിച്ചതെങ്കിൽ നിങ്ങളുടെ കഴുത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഒട്ടകത്തെയും തൂക്കിയായിരിക്കും നാളെ മഹ്ശറയിലേക്ക് വരാം. ഔ ബഖറതൻ ലഹു ഖുവാർ, പശുവിനെയാണ് നിങ്ങൾ കമ്മീഷൻ അടിച്ചതെങ്കിൽ നിങ്ങളുടെ കഴുത്തിൽ കരയുന്ന ഒരു പശു ഉണ്ടാകും. ഔ ഷാതൻ തയഅർ, ആടിനെയാണ് നിങ്ങൾ കമ്മീഷൻ അടിച്ചതെങ്കിൽ നിങ്ങളുടെ കഴുത്തിൽ ഒരു ആടിനെ തൂക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആടിനെയും കൂട്ടിയായിരിക്കും നിങ്ങൾ മഹ്ശറയിലേക്ക് വരുന്നത് എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. സുമ്മ റഫഅ ബിയദിഹി ഹത്താ റഅയ്നാ ഉഫ്റത ഇബ്തൈഹി, നബി തങ്ങൾ ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് നബി തങ്ങളുടെ കക്ഷം വരെ ഞങ്ങൾക്ക് കാണാനിടയായി. എന്നിട്ട് നബി തങ്ങൾ ചോദിച്ചു, അല്ലാഹുമ്മ ഹൽ ബല്ലഗ്തു, അല്ലാഹുമ്മ ഹൽ ബല്ലഗ്തു, അല്ലാഹുവേ ഈ ഒരു കാര്യം ഞാൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തില്ലയോ? നീയല്ലേ സാക്ഷി. അല്ലാഹുവേ ഈ ഒരു കാര്യം ഞാൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തില്ലയോ? നീയല്ലേ സാക്ഷി. അല്ലാഹുവേ ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂക്ഷിക്കേണ്ട കാര്യമാണിത്. പിന്നെ നബി തങ്ങൾ പറഞ്ഞു, ലാ തസൂലു ഖദമ അബ്ദി യൗമൽ ഖിയാമ, നാളെ മഹ്ശറ ലോകത്തെത്തുമ്പോൾ അല്ലാഹു തആല നമ്മുടെ കാലുകൾക്ക് ചങ്ങലയിടാൻ പോകുന്നുണ്ട്. ഹത്താ യസ്അല അൻ മാലിഹി, നമ്മുടെ സമ്പാദ്യത്തെ കുറിച്ച് അല്ലാഹു നാളെ ചോദ്യം ചെയ്യും. പ്രിയപ്പെട്ടവരെ, മിൻ ഐന ഇക്തസബഹു, എവിടെ നിന്നാണ് നീ സമ്പാദിച്ചത്? കഞ്ചാവ് വിറ്റ് ക്യാഷ് ഉണ്ടാക്കുന്നവർ, മയക്കുമരുന്ന് വിറ്റ് ക്യാഷ് ഉണ്ടാക്കുന്നവർ, കള്ള് വിറ്റ് ക്യാഷ് ഉണ്ടാക്കുന്നവർ, പെണ്ണ് വിറ്റ് ക്യാഷ് ഉണ്ടാക്കുന്നവർ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാവങ്ങളായ 8ഉം 8ഉം തിരിയാത്ത 10നും 11നും +2ലും ഡിഗ്രിയിലൊക്കെ പഠിക്കുന്ന ചെറുപ്പക്കാർക്ക് മയക്കുമരുന്ന് വിറ്റ് അതിൽ നിന്ന് കീശ വീർപ്പിക്കുന്ന ഹറാമായ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുന്ന ഡ്രഗ് ഡീലർമാരെ, നിങ്ങൾ ഹദീസ് കേൾക്കണം. ലാ തസൂലു ഖദമ അബ്ദി യൗമൽ ഖിയാമ, പണമുണ്ടാക്കാൻ എത്ര വഴികളുണ്ട്, ഹലാലായി സമ്പാദിക്കാനുള്ള വഴികൾ ഉണ്ടാകുമ്പോ പാവപ്പെട്ട ചെറുപ്പക്കാരുടെ തലച്ചോറിനെ നശിപ്പിക്കാൻ, സമൂഹത്തിനൊരു ഉപകാരമില്ല
ബോധമില്ലാത്ത അലക്ഷ്യരായ ബോധമില്ലാത്ത മക്കളാക്കി അവരെ മാറ്റാൻ, അവരുടെ ബുദ്ധിയെ മരവിപ്പിക്കാൻ വേണ്ടി കച്ചവടം ചെയ്യുന്ന ഈ ലഹരി പദാർത്ഥങ്ങൾ കാരണം അള്ളാഹു നിങ്ങളുടെ കാലുകൾക്ക് ചങ്ങലയിട്ടിട്ട് നീ എവിടെ നിന്നാണ് സമ്പാദിച്ചത് എന്ന് ചോദിക്കും. അൻമാലിഹി മിൻ ഐന ഇക്തസബ, എവിടെന്നാ നീ സമ്പാദിച്ചത്? ഞാൻ ഇന്നാലിന്ന സ്കൂളിന്റെ പരിസരത്ത് പോയി അവിടെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് കഞ്ചാവ് വിറ്റുണ്ടാക്കിയ കാലാണ്. ചങ്ങലിട്ട് അല്ലാഹു നിങ്ങളുടെ കാലുകളെ അവിടെ ബന്ധിപ്പിക്കും, അനക്കാൻ കഴിയില്ല. വഫീമ അൻഫഖ, അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് നീ എവിടെയാ ചെലവഴിച്ചത്? ഹറാമിൽ ചെലവഴിച്ചാലും ഹറാം സമ്പാദിച്ചാലും രണ്ടിനും മറുപടി പറയാതെ പ്രിയപ്പെട്ടവരെ മഹ്ശറയിൽ നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഒരുപക്ഷെ ഖളാഅി നിസ്കാരങ്ങളൊക്കെ അല്ലാഹു മാപ്പ് തന്നേക്കാം. എന്നാൽ ഹറാം സമ്പാദിച്ചാൽ എങ്ങനെയാണ് അല്ലാഹു മാപ്പ് തരിക? മറ്റുള്ളവരെ പറ്റിച്ച്, അയൽവാസികളുടെ സ്ഥലം പറ്റിച്ച്, അയൽവാസികളുടെ സമ്പാദ്യങ്ങൾ മോഷ്ടിച്ച്, അനന്തരാവകാശം ജ്യേഷ്ഠന്റേത് അനുജൻ മോഷ്ടിച്ച്, അനുജന്റേത് ജ്യേഷ്ഠൻ മോഷ്ടിച്ച്, ഈ രീതിയിലൊക്കെ അന്യായമായി സമ്പത്തുണ്ടാക്കി നിങ്ങൾ പള്ളിയിൽ പോയി നിങ്ങളുടെ നിസ്കാരത്തഴമ്പുകൾ ഒന്നല്ല രണ്ടല്ല 4-5 ഉണ്ടാക്കിയാലും അല്ലാഹു അത് സ്വീകരിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ കൈകളിലുള്ള തസ്ബീഹ് മാലകൾ നാളെ നരകത്തിന്റെ തീജ്വാലയായി മാറുകയല്ലാതെ തസ്ബീഹ് മാല കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ടൊരു നയാ പൈസ പോലും അന്യന്റേത്, അയൽവാസിയായാലും കുടുംബക്കാരായാലും ഏത് മതക്കാരായാലും നമ്മുടെ കയ്യിലില്ല എന്ന് ഉറപ്പിച്ചിട്ട് വേണം നമ്മളൊക്കെ മരിച്ചു പോകാൻ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരൊറ്റൊരു സംഭവം കൂടി ഞാൻ ഉണർത്തി എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളൊക്കെ ഖൈബർ യുദ്ധത്തിന് പോയിട്ട് തിരിച്ചു വരിക. ഖൈബർ യുദ്ധം കഴിഞ്ഞ് നബി തങ്ങൾ തിരിച്ചു വരാൻ. ഹദ്ദസനാ ഇസ്മാഈൽ അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഖറജ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഖൈബർ. ഞങ്ങൾ ഖൈബറിലേക്ക് പുറപ്പെട്ടു. നീണ്ട 4-5 ദിവസത്തെ യുദ്ധത്തിന് ശേഷം മുസ്ലിമീങ്ങൾ വിജയിക്കുകയുണ്ടായി. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ. ഫലം നഗ്നം ദഹബൻ വലാ ഫിദ്ദ. ആ യുദ്ധത്തിന്റെ ഗനീമത്ത് സ്വത്തായി യുദ്ധം മുതലായിട്ട് സ്വർണം കിട്ടിയില്ല, വെള്ളിയും കിട്ടിയില്ല. അവര് നേരത്തെ അതൊക്കെ ഇവിടെ ഇങ്ങോട്ടോ കടത്തി വിട്ടിട്ടുണ്ട്. ഒരു ഗോൾഡോ വെള്ളിയോ ഒന്നും യുദ്ധം മുതലായിട്ട് നമ്മൾക്ക് കിട്ടിയില്ല. പിന്നെ ആകെ കിട്ടിയത് കുറച്ച് പൈസ, കുറച്ച് വസ്ത്രം, കുറച്ച് ചരക്ക്. ഫഅഹദാ റജുലുൻ മിൻ ബനി ളുബൈബ്. ബനൂ ളുബൈബ് ഗോത്രത്തിലെ ഒരാൾ അല്ലാഹുവിന്റെ ഹബീബിന് ആ ദിവസം ഒരു അടിമയെ സമ്മാനമായി നൽകി. നബി തങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു, ഒരു അടിമ. അടിമയുടെ പേര് റിഫാഅത്ത് ഇബ്നു സെയ്ദ് എന്നാണ്. ഒരാളെ റിഫാഅത്ത് ഇബ്നു സെയ്ദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ ഹബീബിന് സമ്മാനം കൊടുത്തു. ആ അടിമയുടെ പേര് മിദ്അം എന്നാണ്. മിദ്അം എന്ന് പറയുന്ന ഒരു അടിമ നബി തങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുത്തു. فوجه رسول الله صلى الله عليه وسلم الى وادي القرى. നബി തങ്ങൾ ഇങ്ങനെ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മദീനയിലേക്കുള്ള വരവിൽ വാദി ഖുറ എന്ന സ്ഥലത്തേക്ക് എത്തി. അങ്ങനെ അവിടെ റെസ്റ്റ് എടുക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒട്ടകക്കട്ടിലെടുത്തിട്ട് ഈ മിദ്അം എന്ന് പറയുന്ന നബി തങ്ങളുടെ സേവകൻ താഴോട്ട് വെക്കാണ്. യുദ്ധം കഴിഞ്ഞ് വരുമ്പോ നബി തങ്ങളുടെ ഒട്ടകക്കട്ടിൽ മുകളിൽ നിന്നെടുത്തിട്ട് താഴോട്ടിറക്കി വെക്കാണ്. നബി തങ്ങളെ സഹായിക്കുകയാണ് മിദ്അം എന്ന് പറയുന്ന നബി തങ്ങളുടെ സേവകൻ. ഇദാ സഹ്മുൻ ആയിറുൻ ഫഖതല. ആ സമയത്ത് എവിടെ നിന്നോ ഒരു അമ്പ് വന്നിട്ട് ആ മിദ്അം എന്ന് പറയുന്ന അടിമയെ കൊന്നുകളഞ്ഞു. അയാൾ രക്തസാക്ഷിയായി ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ പിടഞ്ഞു മരിക്കുകയാണ് ആ സഹോദരൻ. ഫഖാല الناس. അപ്പൊ സ്വഹാബാക്കളൊക്കെ പറഞ്ഞു, ഹനീഅൻ ലഹുൽ ജന്ന. എന്തൊരു ഭാഗ്യവാനാണ് അയാൾക്ക് അല്ലാഹു സ്വർഗ്ഗമല്ലാതെ പിന്നെ എന്താ നൽകുക? ഖൈബർ യുദ്ധം കഴിഞ്ഞ് വരികയാണൊന്ന്. 2, നബി തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുമ്പോഴാണല്ലോ രക്തസാക്ഷിയായി മരിക്കാൻ സാധിച്ചത്. ഹനീഅൻ ലഹുൽ ജന്ന. അയാൾ സ്വർഗ്ഗത്തിലല്ലാതെ പിന്നെ എവിടെയാണ്? എന്തോ ഒരു ഭാഗ്യവാനാണ് അയാൾ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ആ സമയത്ത് നബി തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു, കല്ലാ, ആരാ നിങ്ങളോട് അയാൾ സ്വർഗത്തിൽ എന്ന് പറഞ്ഞത്? വല്ലദീ നഫ്സി ബിയദി, അല്ലാഹുവാണേ സത്യം, ഇന്നശംലതല്ലതി അഖദഹാ യൗമ ഖൈബർ, ഖൈബർ യുദ്ധം നടക്കുമ്പോൾ അദ്ദേഹം ഒരു തട്ടം എടുത്തിട്ടുണ്ട്, ഒരു ഷാൾ എടുത്തിട്ടുണ്ട്. മിനൽ മഗാനിം, ആ തട്ടം പൊതുമുതലിൽ പെടേണ്ടതാണ്, പൊതുമുതലിൽ ഉൾപ്പെടുത്തേണ്ട ഒരു തട്ടമായിരുന്നു. ലം തുസിബ്ഹൽ മഖാസിം, അദ്ദേഹം പൊതുമുതലിൽ ഇടാതെ ആ ഷാൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ലതസ്തഇലു അലൈഹി നാറാ, ആ ഷാൾ അദ്ദേഹത്തിന് നരകത്തിന്റെ തീജ്വാലയായി അദ്ദേഹത്തിന്റെ കഴുത്തിൽ നാളെ മഹ്ശറയിൽ കത്തിക്കൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നോക്കൂ നിങ്ങള്, ഷാൾ അത്ര വാല്യൂ ഉള്ള വസ്തുവല്ല. യുദ്ധം കഴിഞ്ഞ്, ഖൈബർ യുദ്ധം കഴിഞ്ഞ് നബി തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുമ്പോൾ ശത്രുവിന്റെ അമ്പേറ്റ് രക്തസാക്ഷിയായ ഒരു സ്വഹാബി, ആ സ്വഹാബിയെ കുറിച്ചാണ് നബി തങ്ങൾ പറയുന്നത്, യുദ്ധം മുതലിൽ നിന്ന് ഒരു ഷാൾ എടുത്തു. ഷാൾ എടുക്കായിരുന്നു അതിലിട്ടിട്ട് സമ്മതത്തോടെ, പക്ഷേ ഷാൾ അതിലേക്ക് ഇട്ടേയില്ല, അത് അദ്ദേഹം ഉപയോഗിച്ചു. ചിലപ്പോൾ അതിനെ നിസ്സാരമായി കണ്ടിട്ടുണ്ടാകും, അത് തെറ്റാണെന്നുള്ള ഗൗരവം അറിയാതെ ഉപയോഗിച്ചിട്ടുണ്ടാകും. ലം തുസിബ്ഹൽ മഖാസിം, പൊതുമുതലിലേക്ക് ഉൾപ്പെടുത്തേണ്ട ആദനം പൊതുമുതലിന്റെ സമ്മതമില്ലാതെ അദ്ദേഹം ഉപയോഗിച്ചു. ലതസ്തഇലു അലൈഹി നാറാ, നാളെ മഹ്ശറാ ലോകത്ത് തീജ്വാലയായി ആ ഷാൾ ആളിക്കത്തുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇത് കേട്ടപ്പോൾ സ്വഹാബാക്കൾക്കൊക്കെ വലിയ പേടി തോന്നി. ഫലമ്മാ സമിഅ ദാലിക, ഇതെല്ലാം കേട്ടപ്പോൾ ജാഅ റജുലുൻ, ഒരാൾ എണീറ്റ് നബി തങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നു. യാ റസൂലല്ലാഹ്, ബിശിറാകിൻ ഔ ശിറാകൈൻ, ചെരുപ്പിന്റെ വാറുമായിട്ടാണ് അദ്ദേഹം ഓടി വരുന്നത്. നബിയേ, യുദ്ധം കഴിഞ്ഞ് എന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയപ്പോ ഏതോ ഒരു ശത്രു ഉപേക്ഷിച്ചു പോയ ചെരുപ്പിൽ നിന്ന് വാറെടുത്തിട്ട് ഞാൻ എന്റെ ചെരുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് നബിയേ, ഇതും ഹറാമാകുമോ നബിയേ, ഇതും നരകത്തിലേക്കുള്ള ടിക്കറ്റ് ആകുമോ നബിയേ എന്ന് വേദനയോടെ നബി തങ്ങളുടെ മുന്നിലേക്ക് വന്നപ്പോ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ശിറാകും മിന്നാർ, അത് നരകത്താലുള്ള വാറാണ്. ശിറാകാനി മിനന്നാർ, ഈ വാറും നാളെ നരകത്തിലേക്കുള്ള വാറാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നോക്കൂ നിങ്ങൾ, ആളുകൾ ഇട്ടേച്ചു പോയ യുദ്ധം മുതലിലേക്ക് എടുക്കേണ്ടതല്ലത്, ആളുകൾ ഇട്ടേച്ചു പോയ ഉപേക്ഷിച്ചു പോയ ഒരു മുതല്, അത് മുതലാണെങ്കിൽ വാല്യൂ ഉണ്ടെങ്കിൽ അതുപോലും പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ടതാണെങ്കിൽ ബൈത്തുൽ മാലിലേക്ക് ഏൽപ്പിക്കേണ്ടതാണ്. അന്യായമായൊരു വാറ് പോലും നിങ്ങൾ മോഷ്ടിക്കാനോ എടുക്കാനോ പാടില്ല. അതെല്ലാം നാളെ നരകത്തിന്റെ തീജ്വാലയായി ആളിക്കത്തുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഇത്തരം വിഷയങ്ങളാണ് ഇന്നിവിടെ വളരെ ഗൗരവത്തോടുകൂടി ഉണർത്താനുള്ളത്. നമ്മളെപ്പോഴും സമ്പാദിക്കുന്ന വിഷയത്തിലും സൂക്ഷ്മത കാണിക്കണം, ചെലവഴിക്കുന്ന വിഷയത്തിലും സൂക്ഷ്മത കാണിക്കണം. അടക്കൊക്കെ തോട്ടങ്ങൾ ഇപ്പുറത്തൊക്കെ ഉണ്ടാകും. അപ്പുറത്ത് ജ്യേഷ്ഠന്റെ തോട്ടം, ഇപ്പുറത്ത് അഞ്ചന്റെ തോട്ടം. ഇപ്പുറത്ത് നടക്ക വീണ ഒരു 3-4 കവുങ്ങ് അപ്പുറം തെറിക്കും, തേങ്ങ വീണ 3-4 അപ്പുറത്തെറിക്കും. ഇത് എന്റേതാണോ എന്ന് ഉറപ്പിക്കണം, അല്ലെങ്കിൽ അപ്പുറത്തുള്ളവരുടെ സമ്മതം ഉണ്ടാവണം. പൊരുത്തുണ്ടാവണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയാലും പൊരുത്തപ്പെടണേ എന്ന് പറയാൻ പറ്റുന്ന ആളായിരിക്കും. അല്ലാതെ അപ്പുറത്തെ വളപ്പിൽ നിന്ന് തേങ്ങ വീണാൽ സമ്മതമില്ലാതെ നമ്മൾ ഉപയോഗിച്ചാൽ കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്സിൻ, ഹറാമ് തിന്നുന്ന വീടായി നമ്മുടെ വീട് മാറും. ദുആന് ഉത്തരം ഉണ്ടാവില്ല, നരകത്തിന്റെ വറകുകൊള്ളായിട്ട് മാറും ചെയ്യും. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ വളരെ ഗൗരവത്തോടു കൂടി കാണുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ സംഗമം ഒരു സ്വലിഹായ അമലായി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ സംവരിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ അല്ലാഹുവേ, ഞങ്ങളുടെ സദസ്സിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞത് നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എത്രയോ ഉപ്പമാര്, ഉപ്പാപ്പമാര്, കുടുംബക്കാര്, നാട്ടുകാരൊക്കെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അവരുടെ ഖബറിടങ്ങളിലേക്ക് ഇതിന്റെ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്.
അവരുടെ ഖബറിടം നീ വിശാലമാക്കണേ റബ്ബേ. ഈ സദസ്സ് കൊണ്ട് നീ അവരെ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, നാളെ സ്വർഗീയ ലോകത്ത് ഇസ്ലാമിന്റെ പ്രയാസങ്ങളില്ലാതെ, നരകത്തിന്റെ ശിക്ഷകളില്ലാതെ വളരെ എളുപ്പത്തിൽ സ്വർഗസുഖം ആസ്വദിക്കുന്നവരിൽ അവരെ ഉൾപ്പെടുത്തണേ അല്ലാ. اللهم ربنا اغفر لنا ولوالدينا ربنا ارحمهم كما ربونا صغارا. പടച്ചോനെ, ഞങ്ങളെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു തരണേ റബ്ബേ. മരിച്ചുപോയവർക്ക് മഗ്ഫിറത്തും സ്വർഗ്ഗവും നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തും ഇസ്സത്തും നൽകണേ റബ്ബേ. അല്ലാഹുവേ, ചെറുപ്പകാലത്ത് ഞങ്ങളോടവർ കരുണ കാണിച്ചതുപോലെ അവരുടെ വാർദ്ധക്യകാലത്ത് അവരുടെ ആരോഗ്യം നീ ഏറ്റെടുക്കണേ റബ്ബേ. അവരുടെ സന്തോഷവും അവരുടെ പടച്ചോനെ ദീനും നീ ഏറ്റെടുക്കണേ അല്ലാ. ആഖിബത്ത് നന്നായി മരിക്കാൻ അവർക്കും ഞങ്ങൾക്കും തൗഫീഖ് നൽകണേ റബ്ബേ. ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങളൊക്കെ നീ പുറത്തു തരണേ അല്ലാ. ഇനിയുള്ള കാലം തെറ്റുകൾ ചെയ്യാതെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. അല്ലാഹുവേ, ഞങ്ങളെ, ഞങ്ങളുടെ ഭാര്യമാരെ, ഞങ്ങളുടെ മക്കളെ പരസ്പരം കൺകുളിർമയുള്ളവരാക്കണേ അല്ലാ. വിവാഹപ്രായമെത്തിയവർക്ക് കുഫുവത്ത ഇണകളെ നൽകണേ അല്ലാ. കല്യാണം കഴിഞ്ഞവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ റബ്ബേ. മക്കളില്ലാതെ നീ ഒരാളെയും പരീക്ഷിക്കല്ല അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. ഗർഭകാലത്തുള്ള പ്രയാസങ്ങളൊക്കെ നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ. അർഹമുർ-റഹീമായ അല്ലാ, നീ ഞങ്ങൾക്ക് തന്ന മക്കൾക്ക് ബുദ്ധിശക്തി നൽകണേ അല്ലാ. ഓർമ്മശക്തി നൽകണേ റബ്ബേ. പരീക്ഷകളിലും പരീക്ഷണങ്ങളിലൊക്കെ ഉന്നതമായ വിജയം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് കേൾക്കാൻ താങ്ങാനും കഴിയാത്ത അപകടങ്ങളിൽ നിന്നവരെ നീ കാക്കണേ റബ്ബേ. ആഫിയത്തോടെ ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹുവേ, നീ തന്ന നിഅമത്തുകൾ ഞങ്ങളുടെ മരണം വരെ നിലനിർത്തണേ അല്ലാ. നീ തന്ന ആരോഗ്യം മരണം വരെ നിലനിർത്തണേ റബ്ബേ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. കടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. കച്ചവടങ്ങളിൽ നഷ്ടങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഭക്ഷണം നൽകിയ സഹോദരൻ, അവരുടെ വീട്ടിൽ നീ ബറക്കത്ത് ചെയ്യണേ റബ്ബേ. കുടുംബങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. സ്വർഗീയ ഭക്ഷണവും പാനീയവും നൽകണേ റബ്ബേ. ഞങ്ങളുടെ നാട്ടിലേക്ക് നിന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കണേ അല്ലാ. ഞങ്ങളുടെ കൃഷിയിലേക്ക് നിന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കണേ റബ്ബേ. കച്ചവടങ്ങളിലേക്ക്, ചെറുപ്പക്കാരികളിലേക്ക് നിന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കണേ അല്ലാ. പഠിക്കുന്നവർക്ക് ഉന്നത വിജയം നൽകണേ റബ്ബേ. പരീക്ഷകളൊക്കെ എളുപ്പമാക്കണേ അല്ലാ. ദീനിന്റെ കാവൽ ഭടന്മാരാക്കി നമ്മുടെ ചെറുപ്പക്കാരെ നീ മാറ്റണേ റബ്ബേ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസ് സ്വർഗീയ ലോകത്ത് നീ ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലിഹി സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. വളരെ നല്ല രീതിയിൽ മൈക്ക് സംവിധാനിച്ച പ്രിയപ്പെട്ട സുഹൃത്ത്, അതുപോലെ നമ്മുടെ ലൈവ് കൊടുക്കുന്ന പാച്ചുവല്ലേ, അല്ലാഹു എല്ലാ ആളുകൾക്കും ആഫിയത്ത് ആരോഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് വളരെ നല്ല നിലയിൽ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയ ബഹുമാനപ്പെട്ട ഖലീൽ ഉദവി ഉസ്താദ് അവർക്ക് ജമാഅത്ത് കമ്മിറ്റിയുടെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് മതപ്രഭാഷണ പരമ്പരയുടെ 2ാം ദിവസമായ നാളെ കബീർ ഹിമമി സഖാഫി ഗോളിയടുക്കയാണ് നമ്മോട് അഭിസംബോധന ചെയ്യുന്നത്. നേരത്തെ തന്നെ നമ്മുടെ സദസ്സിൽ വന്നിരുന്നു കൊണ്ട് ഇന്ന് ആരംഭിച്ചതിനേക്കാളും നേരത്തെ തന്നെ നാളെ പരിപാടി ആരംഭിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് കൃത്യം 8 മണിക്ക് തന്നെ നമ്മുടെ പ്രഭാഷണം ആരംഭിക്കും. അതുകൊണ്ട് എല്ലാവരും നേരത്തെ തന്നെ സദസ്സിൽ വന്നെത്തിച്ചേരണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുന്നു.